ഉമർ ഖാദിയെ ബ്രിട്ടൻ കോഴിക്കോട്ടെയും ചാവക്കാട്ടെയും ജയിലുകളിൽ 2 തവണ, അവരുടെ ഈ കോഴിക്കോട്ടും ചാവക്കാട്ടും അദ്ദേഹത്തെ ജയിലിലടച്ചു, 2 ജയിലുകൾ അടച്ചു. വെളിയങ്കോട്ട് ഉമർ ഖാദിയും മമ്പ്രത്തെ തങ്ങളും മരണപ്പെട്ടതിന് ശേഷം മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരുടെ കബറിടങ്ങൾ പോലും നമ്മുടെ നാട്ടിലില്ല. മമ്പ്രത്തെ മകൻ മാത്രമാണ്. ആ മകന്റെ പേര് സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ എന്നാണ്. സയ്യിദ് ഫസൽ സൈഫുൽ ബത്താർ എന്ന പുസ്തകം എഴുതി, ആ പുസ്തകം വായിച്ച് മാപ്പിളമാർ ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്നു എന്ന് കാണിച്ച് മമ്പ്രത്തെ തങ്ങളുടെ മകനെയും അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന 10-40 പേരെയും തങ്ങളുടെ മകനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെയും 40 പേരെയും 1843 ഏക മകൻ പിന്നീട് ജീവിച്ചത് തുർക്കിയിലെ ഇസ്താംബൂളിലാണ്. മമ്പ്രത്തെ തങ്ങൾ എത്തിയപ്പോ മലബാറിലെ മാപ്പിളമാരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ പിന്നീട് ആരും നേതൃത്വം നൽകും? മമ്പ്രത്തെ തങ്ങളുടെ മകന്റെ സമകാലികനായ ഒരു തങ്ങളെന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ ശിഹാബ് തങ്ങൾ കേട്ടിട്ടുണ്ട്. ശിഹാബ് പിതാവിന്റെ പേര് PMSA പൂക്കോയ തങ്ങൾ എന്നാണ്. പാണക്കാട്ട് സയ്യിദ് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്നാണ് PMSA പൂക്കോയ തങ്ങളുടെ ഈ PMSA എന്നതിന്റെ മുഴുവൻ രൂപം. തങ്ങളുടെ പിതാവിന്റെ പേര് പൂക്കോയ തങ്ങളെ വളർത്തി വലുതാക്കിയത് അലി ശിഹാബുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന ആളാണ്. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അലി ശിഹാബുദ്ദീൻ തങ്ങൾ ജ്യേഷ്ഠന്റെ മകനായ പൂക്കോയ തങ്ങളെ വളർത്തുകയും ജ്യേഷ്ഠൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം കാണുകയായിരുന്നു. ഭയങ്കര തസവുഫ് ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. പൂക്കോയ തങ്ങളുടെ അല്ലെങ്കിൽ ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ ആത്മീയതയാണ് പൂക്കോയ തങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറയുന്നുണ്ട്. പൂക്കോയ തങ്ങളുടെ അതുകൊണ്ടാണ് ഈ പൂക്കോയ തങ്ങൾ ജനിച്ചപ്പോൾ മുഹമ്മദ് ശിഹാബ് തങ്ങൾ എന്നതിന് പകരം മുഹമ്മദ് അലി ചേർത്ത്. പാണക്കാട്ടെ തങ്ങന്മാരുടെ പേര് അലി ചേർന്ന് വരാൻ കാരണം ഈ അലി ശിഹാബുദ്ദീൻ തങ്ങൾ. അലി ശിഹാബുദ്ദീൻ തങ്ങൾ പാണക്കാട്ട് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ. പാണക്കാട്ട് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ പ്രബലനായ മാപ്പിളമാരുടെ മലബാറിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായി. ഈ അലി ശിഹാബുദ്ദീൻ തങ്ങളുടെ പിതാവായ ഈ ഹുസൈൻ കോയ തങ്ങൾ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് സയ്യിദ് തങ്ങൾ എന്നാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പാണക്കാട് എന്നില്ല. കാരണം പാണക്കാട്ട് ആദ്യമായി വീട് വെച്ചു താമസിച്ച തങ്ങളുടെ പേര് പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്നാണ്. അദ്ദേഹത്തെ ബ്രിട്ടൻ നാട് കടത്തിയതാണ്. മലബാറിലെ മാപ്പിളമാർക്ക് ധൈര്യം പകർന്നു എന്ന കാരണം കാണിച്ച് പാണക്കാട്ട് സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളെ വെല്ലൂർ ജയിലിലേക്ക് നാട് കടത്തി. അദ്ദേഹത്തിന്റെ ഖബറിടം അവിടെയാണുള്ളത്. സമര ചരിത്രം പറയുമ്പോൾ നമുക്ക് ഈ പുതിയ തലമുറയ്ക്ക് ഒരു കോമഡിയാണ്. കാരണം മലബാറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ പോലും ഈ 1921 എന്ന ബാലൻസിങ് സിനിമ മാറ്റിവെച്ചാൽ ഇറങ്ങിയിട്ടില്ല എന്നതാണ് അതിന്റെ. അതുകൊണ്ടാണ് കാരണം മലബാറിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നമ്മൾ കരുതുന്ന പോലെ അല്ല ഉണ്ടായത്. നിരന്തരം കാണിച്ച മാപ്പിളമാർ ഈ കാസർഗോഡ് മുതൽ അങ്ങോട്ട് ചാവക്കാട് വരെ മലബാർ പ്രദേശത്ത് എല്ലായിടത്തും നിരന്തരമായ സമര പോരാട്ടം. ഓരോ സ്ഥലത്ത് സമര പോരാട്ടങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു എന്നതാണ്. വയനാട് നടന്ന പോലെയുള്ള ഈ തോട്ടം തൊഴിലാളികളുടെ സമര പോരാട്ടമായിരുന്നില്ല നിങ്ങളുടെ പോരാട്ടം. താലൂക്കുകളിൽ നടന്ന സമര പോരാട്ടം പോലെ ആയിരുന്നില്ല തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ നടന്ന സമര പോരാട്ടം. ചാവക്കാട് താലൂക്കിൽ നടന്ന സമര പോരാട്ടം പോലെ ആയിരുന്നില്ല ഇപ്പൊ നമ്മുടെ താമര ചേർന്ന് കിടക്കുന്ന കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശത്ത് നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളുടെ സമര പോരാട്ട ചരിത്രം. താമരശ്ശേരി മുതൽ അങ്ങോട്ട് നാട്, വള്ളുവനാട്, വെട്ടത്തുനാട് പോലത്തെ പ്രദേശങ്ങളിലെ സമര പോരാട്ടങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ചരിത്രം ഉണ്ടായി. ഞാനൊരു മലബാറിലെ സമര പോരാട്ടങ്ങൾ ഇന്നലെ എനിക്ക് ഈ മലപ്പുറം അറ്റമായ നിലമ്പൂരിനടുത്ത ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പരിപാടി ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ ഇതേ സമയത്ത് ഒരു 8 മണിക്ക് ഞാനവിടെ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സമീറിന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. സമീറിന്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ സമീറിന്റെ ഉമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. സമീറിന്റെ ഉമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെ തിരൂരങ്ങാടിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷമാണ് SSLC പഠിച്ചത്. ഞാൻ 1967 SSLC പാസ്സായാലാണ്. നിങ്ങൾ എത്ര കുട്ടികൾ അന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു? 2 പെൺകുട്ടികൾ. നിങ്ങളുടെ പിതാവിൻ്റെ പേരെന്താണ്? ചാരുമുള്ളി അലവി. എന്താണ് അലവിയുടെ പ്രത്യേകത? അയാൾ ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ഒരു മനുഷ്യനായിരുന്നു.
അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ചെയ്തൊരു തെറ്റ്, വെള്ളിയാഴ്ച പള്ളിക്ക് നിസ്കരിക്കാൻ പോയതാണ്. നിസ്കരിക്കാൻ പോയപ്പോൾ പള്ളിക്കൽ ഉസ്താദ് ജുമാ നിസ്കാര ശേഷം നിസ്കരിക്കാൻ വന്ന ആളുകളോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ബ്രിട്ടൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്, മമ്പുറത്തെ മക്കാമ് തകർത്തിട്ടുണ്ട്, മമ്പുറത്തെ പള്ളിയും തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ എവിടെ വെച്ച് കണ്ടാലും ഇപ്പോൾ കൊന്നോളി, നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഉപ്പ അന്ന് 17 വയസ്സാണ് പ്രായം. ഉപ്പയുടെ നേതൃത്വത്തിൽ അന്ന് പള്ളി കഴിഞ്ഞു പോയിരുന്ന ചെറുപ്പക്കാരെല്ലാവരും കൂടി ചേർന്ന് അന്ന് ഞങ്ങളുടെ ഈ പ്രദേശത്ത് തൊട്ട് മാറി നിൽക്കുന്ന ഒരു പ്ലാന്റേഷന്റെ മാനേജർ ഉണ്ടായിരുന്നു, JE10 സായിപ്പ് എന്നാണ് എല്ലാവരും കൂടി. അയാൾക്ക് 3 നായകളുണ്ടായിരുന്നു. ഇയാൾ കുറെ സ്ത്രീ സായിപ്പാണ്. ഈ സായിപ്പിനെ കൊണ്ടുപോയിട്ട് ഇവർ പിന്നാലെ ഓടിപ്പോയി. സായിപ്പ് ഇവരെ കണ്ടപ്പോൾ ഇറങ്ങി ഓടി. പക്ഷെ ഈ നായകളും പിറകെ ഓടി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഈ സായിപ്പിനെ പിടിച്ച് അയാളെ തല വെട്ടിയെടുത്ത് ഞങ്ങളുടെ ഈ ചോക്കാട്ട് അങ്ങാടിയിൽ കുത്തിവെച്ചു. ഞാനൊരു പ്രദേശത്ത് നടന്ന ഇന്നലെ ഡയറക്റ്റ് അതിൻ്റെ ഒതന്റിക് സോഴ്സിൽ നിന്ന് കേട്ടൊരു സംഭവം ഞങ്ങളോട് പറയും. സ്വാഭാവികമായും അതിന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈറ്റൻ സായിപ്പിനെ കൊന്നുകളഞ്ഞവരാണ്, ഇത് പുറം ലോകം അറിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വലിയ നടപടി വരും. അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ എഴുതി തള്ളാൻ പോകും. അതുകൊണ്ട് ഈ കേസിൽ അകപ്പെട്ട എല്ലാവരും ഇവിടെ നാളെ ഹാജരാകുന്നത്. അടുത്ത ഇവരെല്ലാവരും അവിടേക്ക് പോയി. പക്ഷെ ഈ കൊല്ലാൻ പോയ കുറച്ചാളുകൾ പോയില്ല. പോലീസുകാർ ചോദിച്ചു, സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു, ഇവിടെ ഇനി അവരെയും കൂട്ടി നാളെ വരൂ, നമുക്ക് ഇതൊരു ചതിയായിരിക്കും. ചതി എന്തെന്നറിയാത്ത ഈ മനുഷ്യരെല്ലാവരും കൂടി വാണിയമ്പലം പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ഒളിച്ചിരുന്ന പട്ടാളക്കാർ മുഴുവൻ അവരെ വളഞ്ഞമർപ്പിച്ചു. പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയത് ഈ ഏറനാട്ടിലെ മഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ്. അവിടേക്ക് കൊണ്ടുപോകുന്നതിനിടെ അലക്കാൻ വന്ന സ്ത്രീകളുടെ തലയില്ലാത്ത ശരീരങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. മഞ്ചേരി ജയിലിൽ ഞങ്ങൾ അടച്ചു. ഞങ്ങളെ പിടിച്ചപ്പോൾ എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരനെയും, അഥവാ ജ്യേഷ്ഠനെയും പിതാവിനെയും ഒരുമിച്ചാണ് പിടിച്ചത്. പിതാവ് ജയിലിൽ വെച്ച് മരണപ്പെട്ടത് ഞങ്ങൾ അറിഞ്ഞ് എൻ്റെ പിതാവിനെയും എൻ്റെ പിതാവ് എനിക്കും എൻ്റെ ജ്യേഷ്ഠനും കാണിച്ചത്. കൂട്ടി ചങ്ങലക്ക് കെട്ടിയിട്ട് അത് കാളവണ്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. സ്പീഡ് കുറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പട്ടാളക്കാർ അവരെ തോക്കിന്റെ ബയലറ്റ് കൊണ്ട് ആഞ്ഞടിക്കും. ഒരു ജയിലിലേക്ക് മാറ്റും. അവിടെയും കുറച്ച് ദിവസം കിടന്നു. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പകരം കുറച്ച് തന്നത്. വൈകിട്ടോടുകൂടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ചു. ഈ തിരൂര് പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ വഴി കൊണ്ടുപോയി അവിടെ ജയിലിലെടുത്തു. സായിപ്പിനെ കൊന്ന കുറ്റം കഷ്ടിച്ച് നിൽക്കാം, ഇരിക്കാനും പറ്റൂല, കെടുക്കാനും പറ്റൂല, അതാണ് ഞങ്ങളുടെ ശിക്ഷ. നിന്ന് കാലിൽ നീര് വരണം, അതാണ് ശിക്ഷ. മലമത്തേത് ആഴ്ചയിലൊരിക്കൽ അവർ തന്നെ വൃത്തിയാക്കണം. ആ ജയിലിൽ വെച്ച് എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് 2 ശിപ്പായിമാർ വന്ന് പറഞ്ഞു, ജ്യേഷ്ഠൻ ജയിലിൽ നിന്ന നിൽപ്പിൽ മരിച്ചു നിൽക്കുകയായിരുന്നു എന്നതാണ്. 1922 ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് നാട് കടത്താനുള്ള ഒരു ആൻഡമാൻ സ്കീമിന്റെ ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിൽ ഈ ചാലുവള്ളി അലവി എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടായിരുന്നു. 1922 നാട് കടത്തപ്പെട്ട ഈ മനുഷ്യനോട് വന്നിട്ടുണ്ട് എന്നാണ്. ഇവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ കാണാൻ ഒരു സ്ത്രീ വരില്ല, ബസ് എന്താണെന്ന് എൻ്റെ ഉമ്മ കേട്ടിട്ട് പോലുമില്ല, എൻ്റെ ഉമ്മ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം എൻ്റെ ഉമ്മയുള്ളത് ചോക്കാട്ടാണ്. കാരണം എൻ്റെ ഉമ്മയല്ലാത്തൊരു സ്ത്രീ എന്നെ തിരഞ്ഞു വരില്ല. കാരണം എൻ്റെ ഉമ്മ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത്. നിങ്ങൾക്ക് ആളും അറിയാതാകാം. അല്പം കൂടി കഴിഞ്ഞൊരു ബ്രിട്ടീഷ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാത്ത് ഒരു സ്ത്രീ നിൽക്കും, അവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല, അവർ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യമാകുന്നില്ല. നിങ്ങൾ അവരെ തിരസ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചയക്കാൻ പോകണമെന്ന് പറഞ്ഞു.
സ്വാഭാവികമായി ഒന്ന് പോയി നോക്കാമെന്ന രൂപത്തിൽ അയാൾ എണീറ്റു. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: നല്ല മഞ്ഞുള്ള ദിവസം പാടത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളെ ാത്ത രൂപത്തിൽ എൻ്റെ കണ്ണുകൾ മാറിപ്പോയി. ഞാൻ സന്ദർശക മുറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെളുത്ത തട്ടമിട്ട കറുത്ത സൂർപ്പെടുത്ത എൻ്റെ ഉമ്മ ദൂരെ നിന്ന് ഓടി വരുന്നത് എനിക്ക് കാണാമായിരുന്നു. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും തമ്മിൽ ആ സ്ത്രീ ഇന്നലെ പകർത്തിപ്പോയി ആ ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ ഫോട്ടോ വിട്ടുപോയി. ഉപ്പയും അവരുടെ ഉമ്മയും തമ്മിൽ ജയിലിൽ സംസാരിച്ച് നിൽക്കുന്ന ഫോട്ടോ. ഉമ്മ രണ്ട് കാര്യമാണ് ചോദിച്ചത്: എൻ്റെ കുട്ടി വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഇക്കാക്ക മരിച്ചുപോയില്ലേ? അഥവാ ഏട്ടൻ മരിച്ചുപോയില്ലേ? എനിക്ക് ഉമ്മയോടൊന്നും തിരിച്ചു ചോദിക്കാൻ കഴിഞ്ഞില്ല. ആൻഡമാനിലേക്ക് നാട് കടത്തുമ്പോൾ അയാൾക്ക് 14 വർഷമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവരെ ജയിലിലടച്ചത്. മലമ്പാമ്പുകളോടും നരഭോജികളോടും പടവെട്ടി ആൻഡമാനിൽ പോർട്ട് ബ്ലെയർ എന്ന ക്യാപിറ്റൽ സിറ്റി ഞങ്ങളുണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. 1930 ജയിൽ മോചിതനായി. ഞാൻ ഈ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് നിശ്ചയിച്ചു. പക്ഷെ അയാൾ ആൻഡമാനിൽ കഴിയുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നക്ഷത്രം കാണും. ചോക്കാട്ടുള്ളവരും ഈ നക്ഷത്രം കാണുന്നുണ്ടാവുമല്ലേ? അമ്പിളിമാമനെ കരുതും അത്രേ, എൻ്റെ ചോക്കാട്ടുള്ളവരും ഈ അമ്പിളിമാമനെ കാണുന്നുണ്ടാവില്ലേ? ഇയാൾ 1934 മദ്രാസിൽ വന്ന് കപ്പലിറങ്ങി, അവിടെ നിന്ന് ട്രെയിൻ കയറി ഷൊർണൂരിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. ഷൊർണൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ട്രെയിൻ പാത ഉണ്ടാക്കിയത് കാണും. ട്രെയിൻ പാത ഒറ്റയടി പാതയാണ്. ആ ഒറ്റയടി പാതയിൽ വാണിയമ്പലത്തെ റെയിൽവേ അദ്ദേഹം ട്രെയിൻ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട്: 1934 ഞാൻ നടന്നുപോയ മൺപാതകൾക്കിരുവശത്ത് ചില വീടുകൾ മാത്രമുണ്ട്. ആ വീടുകളിൽ ഒരു ആൺകുട്ടി പോലുമില്ല എന്ന് എനിക്ക് കഴിയുന്നുണ്ട്. മുള്ളുവേലി കൊണ്ടുണ്ടാക്കിയ ഈ എന്താ പറയുക, മുളയുടെ വേലി ഉണ്ടല്ലോ, ഇല്ലിക്കോൾ എന്നൊക്കെ പറയാറുണ്ട്. ഈ അതുകൊണ്ടുണ്ടാക്കിയ ചെറിയ മതിൽ പോലെ കെട്ടിയുണ്ടാക്കിയ തൻ്റെ പൊട്ടി വീഴാറായ വീട്ടിൻ്റെ രൂപത്തിന് മുമ്പിൽ അയാൾ നിന്നു. ഞാൻ ഇന്നലെ ആ വീട്ടിലായിരുന്നത്. ആ മുള്ളുവേലിക്കപ്പുറത്ത് നിന്നപ്പോൾ മൺകൂര ചെരിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒരു വെളിച്ചത്ത്, ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്ത്രീ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ഓടിപ്പോയിട്ട് ഉമ്മാന്ന് വിളിച്ചു. ഉമ്മ കുറ്റത്തേക്ക് ഓടിയിറങ്ങി എൻ്റെ മകൻ വന്നു എന്ന് കരുതി ചേർത്ത് പിടിച്ച് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് മകനെ കൊണ്ടുപോയി കിണറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെള്ളം കോരിയിട്ട് മകനെ കുളിപ്പിച്ചു. തലയിലേക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുത്തു. മകൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു തണുത്ത കഞ്ഞി എടുത്തു കൊടുത്തു. ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഈ ഉമ്മയോട് ഈ മകൻ നിർനിമേഷനായി ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത്രേ: ഞാൻ ഇന്ന് വരുമെന്ന് എൻ്റെ ഉമ്മക്ക് എങ്ങനെ മനസ്സിലായി? മോന് കഞ്ഞി കുടിക്കുന്നു. പുതിയ തലമുറ, നമ്മുടെ തലമുറ ഇന്നൊരു ബിരിയാണിക്ക് തുല്യാണ് അന്നൊരു കഞ്ഞി. മരച്ചീനി കഴിച്ചിരുന്ന, മരച്ചീനി അല്ലേ കപ്പക്കൊക്കെ പറയുമോ അല്ലേ, കഴിച്ചിരുന്ന കാലത്ത്. ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിൽ കിടന്ന് തലയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഉമ്മയോട് ചോദിച്ചത്ര: അന്ന് എങ്ങനെയാണ് വെല്ലൂരിലേക്ക് നിങ്ങൾ വന്നത്? ഞാൻ നടന്നാണ് വന്നത്. മനസ്സിലാവുന്നില്ല. എൻ്റെ മക്കളെ കണ്ടാൽ മതി എന്ന ചിന്ത മാത്രം. ഞാൻ ഇന്ന് വരുമെന്ന് മുമ്പൊക്കെ എങ്ങനെ മനസ്സിലായത്? കുട്ടികൾ വന്നാൽ അത്താഴ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്നും കാട്ടിൽ പോയി ചുള്ളി വറുക്കി ചോക്കാട് അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട്, അതുകൊണ്ട് 14 വർഷമാണ് ഒരു ഉമ്മ കഞ്ഞി കാത്തിരുന്നത്. ഇന്നലെ ആ പിതാവിന്റെ മകൾ എന്നോട് നേരിട്ട് പറഞ്ഞു. ഒതന്റിക് സോസ്. ആ മനുഷ്യന്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. നല്ല ഹൈറ്റും വെയിറ്റുള്ള ചാലുപുള്ളി അല്ലെങ്കിൽ 1988 തോന്നുന്നു അദ്ദേഹം മരിച്ചത്. അദ്ദേഹം നടത്തിയ മനോഹരമായ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അത് രേഖപ്പെട്ടു കിടക്കുന്നു. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ
പ്രഗത്ഭരായ ലീഡേഴ്സ് അന്നുണ്ടായിരുന്നു. KP കേശവ മേനോൻ, K മാധവൻ നായർ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട്, MP നാരായണ മേനോൻ, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, രണ്ടാമത്തെ റഹ്മാൻ സാഹിബ് എന്നറിയപ്പെടുന്ന നിങ്ങളുടെ മുഹമ്മദ് ഷെയറുൽ സാഹിബ് പോലത്തെ അല്ലെ, കാസർകോട്ടെ കോൺഗ്രസിന്റെ പ്രഗത്ഭനായ ലീഡർ പോലത്തെ ആളുകൾ, മലബാറിലെ പ്രഗത്ഭരായ കോൺഗ്രസിന്റെ ലീഡേഴ്സ്, പ്രഗത്ഭരായ മുസ്ലിം നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് ഈ ഏറനാട് വള്ളുവനാട് നാട്ടിലെ സമര പോരാട്ടങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചത് അവിടുത്തെ മുസ്ലിം നേതാക്കന്മാരാണ്. ഉമ്മൈത്താനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ, ആളുകൾ. ഞാനിവിടെ നമ്മുടെ കാര്യം ജോലി ചെയ്യുന്നത് പൂക്കോട്ടൂരിലെ മൈലാടി എന്ന സ്ഥലത്താണ്. ഈ മൈലാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂക്കോട്ടൂരിന്റെ ഒരു സമരനായകനുണ്ട്, വടക്കുകൂട്ടിൽ മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. വടക്കുകൂട്ടിൽ മുഹമ്മദ് പൂക്കോട്ടൂരിലെ വില്ലേജിലെ എല്ലാ വീട്ടുകാരുടെയും വീട്ടുപേരറിയുന്ന, അവിടെ ഏത് സ്ഥലത്തിന്റെ സർവേ നമ്പർ ചോദിച്ചാലും അത്, ഒരാൾ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ മുമ്പിൽ നിന്നിരുന്ന, ഒരു വീട്ടിൽ കല്യാണ നിശ്ചയം നടക്കുമ്പോൾ അതിൽ മുമ്പിൽ നിന്ന് നിശ്ചയത്തിന് നേതൃത്വം നൽകിയിരുന്ന, ഒരു രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതിൽ മദ്യം പറയാൻ, അത് തർക്കം തീർക്കാൻ മധ്യസ്ഥത വഹിച്ചിരുന്ന, ആ നാട്ടിൽ മുതലൊക്കെ ഉണ്ടായിരുന്ന ആ നാട്ടിലത്തെ ഒരു കാരണവരായിരുന്നു വടക്കുകൂട്ടിൽ മുഹമ്മദ്. ബ്രിട്ടനെ തടയാൻ വടക്കുകൂട്ടിൽ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ ഉണ്ടായത്. ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ തലേ ദിവസം ഏറനാടിൻ മാപ്പിളയായ വടക്കുകൂട്ടിൽ മുഹമ്മദ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പൂക്കോട്ടൂരിൽ ബ്രിട്ടനെ അവിടെ തടയുന്നത്. ആ തടയുന്നതിന്റെ തലേ ദിവസം ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഭാര്യാപിതാവിനോട് പറഞ്ഞു, ഉപ്പ ഞങ്ങൾ നാളെ ബ്രിട്ടനെ തടയുകയാണ്, ലങ്കാസ്റ്ററുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച തടയുകയാണ്, നിങ്ങളെല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം, മോനെ ബ്രിട്ടനെ തടയുമാണ്, നിങ്ങളത് ധൈര്യമായി ചെയ്തുകൊണ്ട് നല്ല പ്രാർത്ഥനയൊക്കെ ഉപ്പയുടെ ഭാഗത്തൊക്കെ ഉണ്ടാവും, ഉമ്മയും പ്രാർത്ഥിച്ചോളൂ. അയാൾ പാടവരമ്പത്തേക്ക് ഇറങ്ങിപ്പോയി. വീടൊരു പാടവരമ്പത്ത് നിന്ന് അങ്ങനെ ആരംഭിക്കുന്നത്. കുറെ നടന്നിട്ട് എന്തോ ചിന്തിച്ച പോലെ ഇങ്ങോട്ടൊന്ന് തിരികെ വന്നു. എന്തായിരിക്കാം മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് ഭാര്യയെ വിളിച്ചു, എടി ഇവിടെ വന്നോളൂ. ഭാര്യ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഒരുപാട് സമയം നോക്കിയെന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു വർത്താനമുണ്ട്. അതാണ് ആ മനുഷ്യൻ, മോളെ നാളെ മഹ്ശറയിൽ കാണാം, അസ്സലാമു അലൈക്കും. വല്ലാത്ത പറച്ചിലാണ്. മോളെ നാളെ മഹ്ശറയിൽ കാണാം. നാളെ ബ്രിട്ടനെതിരെ മരിക്കാനും പോവാണ്. പൂക്കോട്ടൂർ വാറിൽ കൊല്ലപ്പെട്ട മനുഷ്യനാണ്. മലബാറിലെ മാപ്പിളമാരുടെ വിപ്ലവ വീരത്തെ പറ്റി ബ്രിട്ടീഷുകാർ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ വിപ്ലവ വീരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഡോർസെറ്റ് പട്ടാളത്തെയും ഗിൻഗച്ചിൻ എന്ന ഗിരിവർഗ സേനയെയും മാപ്പിള ഔട്ടദേശ ജാക്ടിനെയും മാർഷൽ ലോയും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയത്. മാപ്പിള ഔട്ടദേശ ജാക്ട് വില്ലേജുകളിൽ നിന്ന് ഏറനാടിലെ 200 വില്ലേജുകൾ, അത് മെൻഷൻ ചെയ്യുന്നത് ആ പ്രദേശത്ത് ലീഗ് ഉണ്ടായതിനെ പറ്റി പറയാനാണ്. 200 വില്ലേജുകൾ എന്ന് പറഞ്ഞാൽ 5200 സ്ക്വയർ കിലോമീറ്ററുകളിൽ നിന്ന് ബ്രിട്ടനെ ഓടിച്ചു കളഞ്ഞ് ഏറനാടിലെ മാപ്പിളമാർ ജയിച്ചു. ഈ ജയിച്ച മാപ്പിളമാരോട് അന്ന് KPV കേശവമേനോൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്, ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ബ്രിട്ടനെതിരെ പറഞ്ഞു. ഇവര് സംസാരിക്കേണ്ടത് എന്തായിരുന്നു? ഞങ്ങൾക്ക് ചില കോംപ്രമൈസുകൾ സംസാരിക്കാറുണ്ട്. മലബാറിലെ മാപ്പിളമാർ നിങ്ങളെ ഓടിച്ചു വിട്ടതാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് ചില ഉപാധികൾ വെക്കാനുണ്ട്. അവിടെ നിങ്ങൾ ഓടിച്ചിടാൻ നേതൃത്വം നൽകിയ നേതാക്കന്മാരെ നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കീഴടങ്ങണമെന്ന് മാപ്പിള ലഹളയിളകി വരുന്ന മാപ്പിളമാർ ആ മാപ്പിളമാരോട് പറഞ്ഞു. ആലി മുസ്ലിയാർ കീഴടങ്ങി. ആലി മുസ്ലിയാർ കോയമ്പത്തൂർ ജയിലിലാണ് കബറിടമുള്ളത്. വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് ചർച്ചയാണ്. വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദ് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ട കാര്യം, റമീസിന് പോലും, ആ പുസ്തകം എഴുതിയ റമീസിന് പോലും, ഇനി ഏതെങ്കിലും കണ്ടെത്തട്ടെ, വാരിയകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന നാടുഭരിച്ച മനുഷ്യന് 2 പെൺകുട്ടികൾ എവിടെയാണ്? ആരെങ്കിലും കൊന്നാണ്? വീട് കത്തിച്ചപ്പോൾ അതിനടിയിൽ പെട്ടുപോയി, അതോ എവിടെയെങ്കിലും ഓടിപ്പോയി? 160 ഏക്കർ ഭൂമി പിതാവിന്, 175 ഏക്കർ ഭൂമി മാതാവിന്, 28ഓളം ഉണ്ടായിരുന്ന 5 വെയർഹൗസുകൾ ബിസിനസ് ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ, നാടുഭരിച്ച മനുഷ്യൻ, ഒരു തുണ്ട് ഭൂമിയും മണ്ണിലില്ല, അയാളുടെ മക്കളും മണ്ണിലില്ല.
അയാളുടെ മൃതശരീരത്തിന്റെ അവശിഷ്ടം പോലും ഈ മണ്ണിലില്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് തകർത്തു 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 തരിപ്പണാക്കി. ഏറനാട് ഭാഗത്തൊക്കെ 1.5 ലക്ഷം ബ്രിട്ടീഷുകാരുടെ മക്കളെയെങ്കിലും മാപ്പിള സ്ത്രീകൾ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ്. രാത്രികാലങ്ങളിൽ വീട് ഒളിച്ചു കടന്നു വരുന്ന ബ്രിട്ടീഷുകാരെ ഭയന്ന് വിറച്ച് ഭയചകിതരായി കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന് പ്രസവിക്കേണ്ടി വന്നു. ഏറനാട്ടിലാണ് സീതി ഹാജിയില്ലേ? സീതി ഹാജിയെ പറ്റി ഔദ്യോഗിക ചരിത്രം എന്ന് പറയുന്നത് ടി ചെറുപ്പ് എഴുതിയ അയൂബയും സൗര്യം എന്ന് പറയുന്ന പുസ്തകമാണ്. അതിൻ്റെ 2ാം അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ കാണാം, സീതി ഹാജിയുടെ വലിയമ്മ പ്രസവിച്ചത് കുറ്റിക്കാട്ടിലാണ്. കുറ്റിക്കാട് എന്ന കാട്ടിനകത്ത് ഒളിച്ചിരുന്ന് പാർത്തിരുന്ന് ബ്രിട്ടനെ പേടിച്ചു കളഞ്ഞ നമ്മുടെ ഉമ്മമാർ. അക്കാലത്താണ് നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു അസുഖം കടന്നു വരുന്നത്. ആ അസുഖത്തിന്റെ പേരാണ് തലമ്മത്തട്ടി എന്ന് പറയുന്ന അസുഖം. കോളറ എന്ന് ചിലർ വിളിച്ചു, വസൂരി എന്ന് വിളിച്ചു. ഇവിടെ ഈ പണ്ടാരടങ്ങ എന്ന് പറയാറുണ്ടോ? സാർവത്രികമായിട്ടുള്ള സാധനമാണ് ഈ പണ്ടാരടങ്ങ എന്ന് പറയുന്നത്. എന്താ ഈ പണ്ടാര? ശരീരത്തിൽ കുമിളകൾ പോലെ ഈ അസുഖം ഉണ്ടായി വരും. അസുഖം ഉണ്ടായി വന്നാൽ നമ്മളെ നാട്ടിൽ മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബർക്കത്തിനാലെന്ന മാലപ്പാട്ടുകൾ പാടുന്ന കാലത്ത് ഈ അസുഖം വന്നാൽ വീടിനോട് ചേർന്നിട്ട് നമ്മൾ കാർപോർച്ചിന് പകരം അന്ന് കാറിലിടും ഉണ്ടായിരുന്നു. അതാണ് പണ്ടാരപ്പുര. അതിൽ കൊണ്ടേക്കെടുത്ത് അവിടെ കിടന്ന് പണ്ടാരടങ്ങലാണ്. കോളറയുമായി ചേർത്ത് വായിക്കേണ്ട പേരാണ് ഈ പണ്ടാരടങ്ങ എന്നുള്ള വാക്ക്. മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് ലീഡറാണ്. KPCCയുടെ പ്രസിഡന്റാണ്. നവോത്ഥാന നായകനാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഭാര്യ ഈ കുട്ടികളാണ്. ഇന്ന് ആരെങ്കിലും വാപ്പല്ലാത്ത കുട്ടികളെ എത്തിയും കുട്ടികളെന്ന് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. അന്ന് എത്തിയും കുട്ടികൾ തന്നെ വിളിക്കേണ്ടി വന്നു. രക്ഷിക്കാനില്ലാത്ത മനുഷ്യർ, ഭക്ഷണം കൊടുക്കാനില്ലാത്ത മനുഷ്യർ. അയാൾ കൗതുകപൂർവ്വം ആ ഫോട്ടോ പകർത്തി അത് നാഷണൽ ഹെറാൾഡിൽ അച്ചടിച്ചു വരികയും പിന്നീട് ദൈനിക് ഭാസ്കറിൽ ആ ഫോട്ടോ ഉറുദു പത്രത്തിൽ അച്ചടിച്ചു. CD സാഹിബ് ഇംഗ്ലീഷിൽ എഴുതിയൊരു ലേഖനം അന്ന് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അച്ചടിച്ചു വന്ന് പഞ്ചാബിലുള്ള ഹസൻ കസൂരി എന്ന് പറയുന്ന ഒരാൾക്ക് അന്ന് ഉറക്കം കിട്ടിയില്ല. പത്രം വായിച്ചു. മയ്യത്ത് കുളിപ്പിക്കാൻ തലശ്ശേരിയിൽ വന്നിട്ട് മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ വീട്ടിലേക്ക് പോയി. 4 ട്രെയിൻ കയറി പോയി. തിരൂരങ്ങാടിയിൽ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ഉറക്ക് കിട്ടുന്നില്ല. ഉറക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? മുമ്പിൽ പോയപ്പോ പറഞ്ഞു, കാരണം പൂജക്ക് പോയതാണ്, ഞാൻ കാത്തുന്നോളാം. വലിയ നമ്പൂതിരി പൂജ കഴിഞ്ഞ് വന്നപ്പോ ഇദ്ദേഹം ഞാൻ വരികയാണ്, എൻ്റെ പേര് 3 കണ്ടത്തിൽ അഹമ്മദ് എന്നാണ്. എനിക്ക് തലശ്ശേരിയിൽ ഞങ്ങൾ ഇന്നലെ കുറച്ച് ശവസംസ്കാരങ്ങൾ, മയ്യത്ത് സംസ്കാരങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ അനാഥകളായ കുറെ കുട്ടികളെ സംരക്ഷിക്കാൻ ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞത് പ്രകാരം വന്നതാണ്. എനിക്ക് ആ കുട്ടികളെ വിട്ടു തരണം. ഇയാളൊരു ചോദ്യമുണ്ട്. വറുതിയുടെ കാലമാണ് അഹമ്മദ്, നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ കൊല്ലുക? MK ഹാജി സാഹിബ് ഈ 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു വർത്താനമുണ്ട്. എന്താണെന്നറിയോ? മദിരാശിയിൽ കൈവണ്ടി വലിച്ചാണെങ്കിലും ഞാൻ ആ കുട്ടികളെ പൊറ്റിക്കൊള്ളാം, എനിക്ക് വിട്ടു തരണം. പരപ്പരങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് മൺപാന്ന് പോയി തൻ്റെ ഓല ഷെഡിനോട് ചേർന്ന വീടുണ്ട്, ഓല വീടിൻ്റെ വീട്. ആ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടാണ്. ആ വീട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഫനേജായ തിരൂരങ്ങാടി യത്തീംഖാന. ഓർഫനേജ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ 2ാമത്തെ മുസ്ലിം ലീഗിന്റെ ശാഖയാണ് തിരൂരങ്ങാടി. മുസ്ലിം ലീഗ് ശാഖയുടെ നേതൃത്വത്തിൽ ഉമ്മർ മൗലവിയുടെ നേതൃത്വത്തിൽ കത്തെഴുതി. പൊന്നാനിക്ക് ഒരു കത്തും JDTക്ക് ഒരു കത്തും. JDTയിൽ നിന്ന് മറുപടി കിട്ടി, ഞങ്ങളുടെ പ്രതിനിധി തിരൂരങ്ങാടിയിലേക്ക് വരുന്നുണ്ട്, റെയിൽവേ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോകും. കുതിരവണ്ടി വിളിക്കണം. കുതിരവണ്ടി വിളിക്കാൻ 50 പൈസ അന്നത്തെ കാലണ ഈ മനുഷ്യന്മാരുടെ കയ്യിലില്ല. തീരുമാനിക്കുന്നത് നമുക്ക് ചൂട്ട് കത്തിച്ച് നടന്നു പോകാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിനിധി ഇറങ്ങി അയാളോട് പറഞ്ഞു, നിങ്ങളെ കാളവണ്ടിക്ക് കൊണ്ടുപോകണമെന്നാണ്, അല്ലെങ്കിൽ കുതിരവണ്ടിക്ക് കൊണ്ടുപോകണമെന്ന്, അല്ലെങ്കിൽ കാളവണ്ടിക്കെങ്കിലും കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഞങ്ങൾ അതിനുള്ള
ആ മനുഷ്യർ ചൂട്ടുകത്തിച്ച് പ്രകാശം ചൊരിഞ്ഞ് അയാളെ കൊണ്ടുപോയി. യോഗത്തിൽ വെച്ച് അയാൾ പറഞ്ഞു, ഇവിടെ ഒരു യത്തീംഖാന ഉണ്ടാക്കണമെന്ന് എനിക്ക്, ഇതിന് മുഴുവൻ പൈസ ഒന്നും ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് തരണം. 250 രൂപ ഞങ്ങൾ തരും, 50 രൂപ നിങ്ങൾ ഉണ്ടാക്കും. സദസ്സ് മുഴുവനാകെ ഇളകിപ്പോയി. 50 രൂപ എവിടെ? അതിൽ MK ഹാജി സാഹിബ് എണീറ്റെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ഖജാനയിൽ പണമുണ്ടെങ്കിൽ ഞങ്ങളത് കണ്ടെത്തിക്കൊണ്ടെന്ന് തരും. ഞങ്ങളുടെ കുട്ടികളെ പാർപ്പിക്കാൻ ഇവിടെ ഒരു ഓർഫനേജ് വേണം, ഒരു യത്തീംഖാന വേണം. എന്റെ കൂടെ മദ്രാസിലേക്ക് കൈവണ്ടി വലിക്കാൻ കേൾപ്പുള്ളവർ വന്നുകൊള്ളുക, ഞാൻ കൈവണ്ടി. അങ്ങനെയാണ് ചിരൂരക്കാരി യത്തീംഖാന. ഞാൻ പറഞ്ഞത് തകർന്നു തകർന്നു തരിപ്പണായി പോയ മാപ്പിളമാർ, ഓലമേഞ്ഞ വീടുകളിൽ ഒറ്റക്കായി പോയ പാവപ്പെട്ട മനുഷ്യർ. ഒരു നേതാവിന് നിങ്ങൾ ആലോചിച്ച വിശേഷം കാളികാവിലൂടെ വന്നപ്പോൾ ആലോചിച്ചു. ചെമ്പ്രശ്ശേരി തങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡറാണ്, മരിച്ചുപോയി, കത്തിച്ചു കളഞ്ഞു. സീരിക്കോയ തങ്ങളെ കത്തിച്ചു കളഞ്ഞു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കത്തിച്ചു കളഞ്ഞു. ലവക്കുട്ടി കുഞ്ഞലവെ കത്തിച്ചു കളഞ്ഞു. വെടിവെച്ചു വന്നു. 4 മുസ്ലിം നാട് കിടത്തി. കുഞ്ഞിക്കോയ തങ്ങളെ നിന്നും വടക്ക് വെടിവെച്ചു വന്നു. ഒരൊറ്റ നേതാവില്ലാത്ത സ്ഥലത്ത് ഈ അസുഖം കൂടി വന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർ മുഴുവൻ പട്ടിണിയിൽ. ഒരു മനുഷ്യൻ തിരിഞ്ഞു. ഈ മലപ്പുറം ഉണ്ടായിരുന്നറിയോ? മലബാറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണല്ലോ മലപ്പുറത്ത്. മുസ്ലിം ലീഗിന് ഇത്ര വേരോട്ടുണ്ടാവാനുള്ള കാരണം മലപ്പുറം ഏറനാട് വള്ളുവനാട് പ്രദേശത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ലീഗ് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? അന്ന് അങ്ങനെ തകർക്കപ്പെട്ടപ്പോ നിങ്ങളുടെ ഈ പ്രദേശം മുതൽ ചാവക്കാട് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശത്തേക്ക് മാപ്പിളമാരുടെ ചെറ്റക്കുടിലുകളിലേക്ക് ഒരു പാർട്ടിക്കാർ വന്നിട്ടില്ല. അവിടേക്ക് വന്നത് ഒരു മനുഷ്യൻ മാത്രമാണ്. തൻ്റെ സമുദായം പ്രതിസന്ധിയിലാണെന്നറിഞ്ഞപ്പോ, തൻ്റെ സഹോദരിമാർ ഒറ്റക്കാട് വീടുകളിൽ കഴിയുന്നെന്നറിഞ്ഞപ്പോ, ബ്രിട്ടീഷുകാരുടെ തോട്ടം ജീവിക്കുന്നെന്നറിഞ്ഞപ്പോ, പട്ടിണിയിലാണെന്നറിഞ്ഞപ്പോ, അഗതികളും യതീം കുട്ടികളുമാണെന്നറിഞ്ഞപ്പോ, കോളറ ബാധിച്ചിട്ട് മരിച്ചിട്ട് മയ്യത്ത് കബറടക്കാൻ പോലും ഒരാൾ കടന്നു വരാത്ത ഒരു അറിഞ്ഞപ്പോ, മദ്രാസിൽ മാപ്പിള അമലിയറേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മദ്രാസിലെ കച്ചവടക്കാരുടെ മുമ്പിൽ കൈ നീട്ടി പിരിച്ചുണ്ടാക്കിയ 500,000 രൂപയുമായി ഒരു മനുഷ്യൻ വന്നിറങ്ങി. ഒരു മാപ്പിള കുടിലിൽ പോയിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ ഓലമേഞ്ഞ വീട്ടിൽ നിന്ന് ഓലക്കീറിങ്ങനെ മാറ്റി ഒരു സ്ത്രീ നോക്കിയതാണ്. ഭയന്നു പറച്ച 2 കണ്ണുകൾ. ഈ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, ഇവിടെ ആരില്ലേ? അത് കഥ പറയല്ല സംഭവിച്ചത്. കുട്ടി കരയാതിരിക്കാൻ കുട്ടിയുടെ വാക്കുത്തി പിടിച്ചിട്ടുണ്ട്. വീണ്ടും ഉറക്കെ വിളിച്ചു വെച്ചാൽ ഒരു കാര്യം പറയാനാണ്. അത് കാണുന്നില്ല. വീട്ടിന്റെ ബാക്കിലൂടെ പോയി നോക്കി. ഓലയുടെ വാതിലാണ്. ആ വാതിൽ പാതി തുറന്നു വെച്ചിട്ട് തട്ടം കൊണ്ട് ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചിട്ട് കൈ നോക്കിയിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. സഹോദരി, നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യം തരാൻ വന്നതാണ്. ഇനി മുതൽ നിങ്ങൾ ഭയന്നു പോകരുത്. നിങ്ങളുടെ ചെറ്റക്കൂരയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു ഞാൻ കാവലുണ്ട്. ഇനി തൊടൂല. നിങ്ങളെ ഭയപ്പെടുത്താൻ ഒരു ബ്രിട്ടീഷുകാരന്റെ തോക്കിൻ പോലും നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് ബഡേക്കണ്ടി പോക്കർ എന്ന ബി പോക്കർ, അഡ്വക്കേറ്റ് ബി പോക്കർ. മലബാർ പ്രദേശത്ത് ചാവക്കാട് മുതൽ മഞ്ചേശ്വരം കിടക്കുന്ന മലബാർ പ്രദേശത്ത് നിന്ന് 2ാമതായി വക്കീൽ പഠനം പൂർത്തീകരിച്ച, 5ാമതായി ബിരുദ പഠനം പൂർത്തീകരിച്ച സമുന്നതനായ നേതാവ് ബി പോക്കർ സാഹിബ്. പോക്കർ സാഹിബ് അല്ലാത്ത ഒരു മനുഷ്യനും ഈ മലബാറിലെ ബ്രിട്ടീഷുകാർ ചവിട്ടിയ കൂട്ടുകളിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ടാണ് മലബാറിൽ ലീഗ് ഉണ്ടായത്. ലീഗിന്റെ വിത്ത് അവിടെയാണ്. ആ വിത്ത് ഇങ്ങനെ വളർന്ന് 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 മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രൂപപ്പെട്ടു.
സാഹചര്യമുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. മുസ്ലിം ലീഗിന് രൂപം നൽകിയത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആരാണ് ഈ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നറിയോ? 1899 തിരുനെൽവേലിയിൽ മിയാൻ കണ്ണ് റാവുത്തറുടെയും മുഹീദ്ദീൻ ഫാത്തിമ ഉമ്മയുടെയും മകനായാണ് ജനനം. മിയാൻ കണ്ണ് റാവുത്തർ ചെറുപ്പത്തിൽ തന്നെ മരിക്കുമ്പോ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഉമ്മാക്ക് 5 മക്കളാണ്. ഈ ഉമ്മ 92 വയസ്സ് വരെ ജീവിച്ചിരുന്നു. തമ്പി മീറാൻ റാവുത്തർ എന്ന് പറയുന്ന വല്യാപ്പ, അദ്ദേഹമാണ് ഇദ്ദേഹത്തെ വളർത്തിയത്. തമ്പി മീറാൻ റാവുത്തർ വലിയ കച്ചവടക്കാരനായിരുന്നു, വസ്ത്ര കച്ചവടക്കാരനായിരുന്നു. തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കാളവണ്ടികളിൽ നിന്ന് തിരുനെൽവേലിയിൽ ഡ്രസ്സുകൾ കയറ്റിയിട്ട് വിൽക്കാൻ വരുന്നൊരു തമ്പി മീറാൻ റാവുത്തർ ഉണ്ട്. ഒരു ദിവസം തിരുവിതാംകൂർ, അടുത്ത ദിവസം മുതൽ തമ്പി മീറാൻ റാവുത്തർ വസ്ത്രം കച്ചവടത്തിനായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ വന്നില്ല. ഒരു ദിവസം തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ തമ്പി മീറാൻ റാവുത്തർ കൊണ്ടുവരുന്ന വസ്ത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ തമ്പി മീറാൻ റാവുത്തറുടെ അസാന്നിധ്യം മനസ്സിലാക്കി രാജാവിനോട് പരാതി പറഞ്ഞു. രാജാവ് തിരുനെൽവേലിയിലേക്ക് ആളെ റാവുത്തർ വരുത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇപ്പോൾ രാജകൊട്ടാരത്തിൽ എനിക്ക് കയറാൻ ഇടമില്ലാത്ത, അനുവാദമില്ലാത്ത ഐത്തമുള്ളിടത്ത് ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഡ്രസ്സ് വിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. തിരുവിതാംകൂർ മഹാരാജാവ് ഈ വർത്താനം കേട്ടിട്ട് അല്പം കുപിതനായി. പക്ഷെ ഈ നിലപാട് കണ്ട് ഇയാൾക്കൊരു ബഹുമാനം തോന്നി. ഇനി മുതൽ നിങ്ങൾ അകത്ത് കയറി വസ്ത്രം വിറ്റോളൂ, നിങ്ങളുടെ നിലപാട് എനിക്ക് ഇഷ്ടമായി. ഇതിന് പകരമായി ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? തിരുവനന്തപുരത്ത് മുസ്ലിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ അവകാശമില്ല. ആരെ പോലെ പറഞ്ഞ അവർണ വിഭാഗത്തിനൊന്നും തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിച്ച് കച്ചവടം ചെയ്യാൻ അധികാരമില്ല. മുസ്ലിങ്ങൾക്കും അധികാരമില്ല. എനിക്ക് തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ അനുമതി തരണം. വലിയ ഡിമാൻഡാണ്. ജാതീയ കോമരങ്ങളെ വലിയൊരു ഡിമാൻഡാണ്. രാജാവ് പറഞ്ഞു, സ്ഥലം അനുവദിക്കാം, സൗജന്യമായി വേണ്ട, ഞാൻ പണം തരാമെന്ന രാജാവിനോട്. തിരുവിതാംകൂർ രാജാവിന് പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ നിൽക്കുന്ന സ്ഥലം മുഴുവൻ വാങ്ങിച്ച ആളാണ് തമ്പി മീറാൻ റാവുത്തർ. ചാല മാർക്കറ്റിൽ ഒരു മുസ്ലിം ഗല്ലിയുണ്ട്. മറ്റേ നമ്മുടെ കേന്ദ്ര ചിക്കൻ കഴിക്കാൻ പോകുന്ന ഹോട്ടലൊക്കെ നിൽക്കുന്നതിലെ ആ പ്രദേശം ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ജനുവരി മാസമാണ് മഹാത്മജി പറഞ്ഞത്, വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി സമരത്തിനിറങ്ങണം. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ആദ്യമായി പഠിപ്പ് മുടക്കി സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥി നേതാവിന്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് ഇസ്മായിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജാഥ വിളിക്കാൻ പോകും. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ പരിപാടികളിൽ പ്രസംഗിക്കാൻ പോകും. റാവുത്തർ എന്ന കച്ചവടക്കാരന് ഇത് കണ്ടപ്പോ അങ്ങനെ തോന്നി, എന്റെ മകൻ ജീവിച്ചിരിപ്പില്ല, അവന്റെ കുടുംബത്തിലെ ഏക അത്താണി കുട്ടിയാണ്. ഇവരിങ്ങനെ കച്ചവടത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റി, ഈ പഠിപ്പിൽ നിന്നും ശ്രദ്ധ മാറ്റി രാഷ്ട്രീയം കളിച്ചു നടന്നാൽ കുടുംബം. അതുകൊണ്ട് ആ മകന്റെ കൈ പിടിച്ച് മദ്രാസിലെ ജോർജ് ടൗണിലെ തമ്പുരുചെട്ടിത്തെരുവിൽ പോയി ജമാൽ മുഹീദ്ദീൻ സാഹിബിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ പേരക്കുട്ടിയാണ്, ഇതെന്റെ മകന്റെ മകനാണ്, ഇവനെ നിങ്ങൾ എടുക്കണം. തമ്പി മീറാൻ റാവുത്തറെ പോലത്തെ ഒരാൾ പറയുമ്പോ ജമാൽ മുഹീദ്ദീൻ സാഹിബിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. ജമാൽ മുഹീദ്ദീൻ സാഹിബ് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. ജമാൽ മുഹീദ്ദീൻ സാഹിബ് വലിയ ധനാഢ്യനാണ്. ജമാൽ മുഹീദ്ദീൻ സാഹിബിന്റെ അടുത്ത് ഗാന്ധിജിയും ഇന്നത്തെ ഈ വോഡഫോൺ ഇന്ത്യയുടെ ഒക്കെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ജെ ഡി ബിർളയും കൂടി വന്നിട്ട് ഗാന്ധിജി ജമാൽ മുഹീദ്ദീൻ സാഹിബിനോട് പറഞ്ഞു അത്രേ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പണമില്ല, അങ്ങ് പണം തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഗാന്ധിജിക്ക് ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ടിട്ട് അത് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങേക്ക് ഇഷ്ടമുള്ള, അങ്ങേക്ക് തോന്നുന്ന എമൗണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞു, ഈ നിൽക്കുന്ന ബിർള പോലും എന്നോട്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഓഫ് കോമേഴ്സിന്റെ പ്രതിനിധികളായി പങ്കെടുത്തത് ഈ ജമാൽ മുഹീദ്ദീൻ സാഹിബും ഈ ജെ ഡി ബിർളയുമാണ്. ജമാൽ മുഹീദ്ദീൻ സാഹിബാണ് ഈ മാപ്പിള അമലിയറേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രസിഡന്റായത്. നമ്മുടെ നാട്ടിൽ നിരവധി നവോത്ഥാന സംരംഭങ്ങളുടെ മുഴുവൻ പ്രധാനപ്പെട്ട ഫണ്ടിങ് സോഴ്സും ജമാൽ മുഹീദ്ദീൻ സാഹിബാണ്. 1930 ജമാൽ മുഹീദ്ദീൻ സാഹിബ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മദ്രാസ്
സെൻട്രൽ മണ്ഡലം അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ കോൺഗ്രസിലെ അപ്പർ കാസ്റ്റ് വേറൊരു സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്നു. ഈ വേറൊരു സ്ഥാനാർത്ഥി ഒരു അപ്പർ കാസ്റ്റ് സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ രാഘവാചാരി എന്ന് പറയുന്നതാണ്. സ്വാഭാവികമായും ജമാൽ മൊയ്തീൻ സാഹിബിന്റെ സങ്കടമായി. ഞാൻ ഇത്രമായി സമർപ്പിച്ച് സേവനം ചെയ്ത പാർട്ടി എനിക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. അങ്ങനെയാണ് ജമാൽ മൊയ്തീൻ സാഹിബിന്റെ അടുത്ത അനുയായിയും സുഹൃത്തും ഒക്കെയായ ഇസ്മായിൽ സാഹിബും മുസ്ലിം ലീഗിൽ ചേർന്നത്. ജമാൽ മൊയ്തീൻ സാഹിബ് ഇസ്മായിൽ സാഹിബിനോട് ഇഷ്ടം കൊണ്ട് ജമാൽ മുഹീദ്ദീൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന ലെതറിന്റെ റോ മെറ്റീരിയൽ കയറ്റി അയക്കുന്ന ഈ സ്ഥാപനം കയറ്റി അയച്ചിരുന്ന ജർമ്മനിക്കാരായ ആളുകൾ കണക്കെഴുത്തുകാരായി ഉണ്ടായിരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുകൽ വ്യവസായ കമ്പനിയുടെ പാർട്ട്ണറാക്കി ഇസ്മായിൽ സാഹിബിനെ മാറ്റിയത്. ഇസ്മായിൽ സാഹിബിന് ഇന്നത്തെ ഒരു മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 8 ലക്ഷം റുപ്യ മാസത്തിൽ അദ്ദേഹത്തിന് ശമ്പളമായി മാത്രം ലഭിക്കുമായിരുന്ന ജോലി ജമാൽ മൊയ്തീൻ സാഹിബിന്റെ മകൾ ജമാൽ ഹാമിദ ബീവിയെ ഇസ്മായിൽ സാഹിബിന് കല്യാണം കഴിപ്പിച്ചു, കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് കൊടുത്തു. ഇങ്ങനെ സുഖലോലുപതയിൽ കഴിഞ്ഞിരുന്ന ഇസ്മായിൽ സാഹിബും ജമാൽ മൊയ്തീൻ സാഹിബും നടത്തിയ സേവനങ്ങൾ 1946 വരെ അവർ നടത്തിയ സേവനങ്ങൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. 1946 ആകുമ്പോഴേക്ക് ഇസ്മായിൽ സാഹിബ് മദ്രാസിലെ സംവരണ മണ്ഡലത്തിൽ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥിയില്ലാതെ മദിരാശി സംസ്ഥാനം, കർണാടക, ആന്ധ്ര, ഇന്നത്തെ സീമാന്ധ്ര പ്രദേശങ്ങൾ, തമിഴ്നാട്, പിന്നെ നമ്മുടെ ഈ മലബാർ പ്രദേശം ഉൾപ്പെട്ട സ്ഥലമാണ് മലബാർ സംസ്ഥാനം. നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം ആവുന്നതിന് മുമ്പ് മദ്രാസയിൽ. കാരണം നമ്മൾ മദിരാശി സ്റ്റേറ്റ്, ഈ മദിരാശി സ്റ്റേറ്റിന്റെ പ്രതിപക്ഷ നേതാവായി ഇസ്മായിൽ സാഹിബ് മാറി. 1946 മമ്പൗൽ അൻവാർ എന്ന് പറയുന്ന വലിയൊരു മതകലാലയത്തിന്റെ സനത് ദാന സമ്മേളനം വെല്ലൂരിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിലേക്ക് അതിഥിയായി അന്നത്തെ മഹാപണ്ഡിതനായ അല്ലാമ അമാനി ഹസ്രത്ത് എന്ന് വിളിപ്പേരുള്ള ലിയാവുദ്ദീൻ അഹമ്മദ് ക്ഷണിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും മദ്രാസിന്റെ പ്രതിപക്ഷ നേതാവുമായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയാണ്. സ്റ്റേജിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഇന്ന് ഉലമ ഉമറ ബന്ധത്തിന്റെ പുതിയ ചർച്ച നടക്കുന്ന കാലത്താണ് ഞാനിത് പറയുന്നത്. ഇസ്മായിൽ സാഹിബ് സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് മഹാപണ്ഡിതനായ അമാനി ഹസ്രത്ത് പറഞ്ഞു, അത്രേ, പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ ഇന്നൊരു സന്തോഷമുള്ള ഒരു വർത്തമാനം പറയാൻ മില്ലത്ത് എന്ന് വിളിക്കട്ടെ. ഖായിദെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ നേതാവ് എന്നാണ്. അല്ലാമ അമാനി ഹസ്രത്ത് എന്ന മഹാപണ്ഡിതനാണ് ഇസ്മായിൽ സാഹിബിനെ ഖായിദെ മില്ലത്ത് എന്ന് വിളിച്ചത്. തിരിച്ച് അമാനി ഹസ്രത്തിനെ ചൂണ്ടിക്കൊണ്ട് സാഹിബ് പറഞ്ഞത്, അമാനി ഹസ്രത്ത്, ഞങ്ങളൊക്കെ സാധുക്കളായ ഉമറാക്കളാണ്, ആ പണ്ഡിതന്മാരാണ് ഈ സമുദായത്തിന്റെ ആത്മാവ്, ഞങ്ങളൊക്കെ സമുദായത്തിന്റെ ശരീരം മാത്രമാണ്, അങ്ങ് ഷെയ്ഖുൽ മില്ലത്താണ് എന്ന് തിരിച്ചു വിളിച്ചു. അതിനുശേഷം ഈ അല്ലാമ അമാനി ഹസ്രത്ത് എന്ന ആളുകൾ മറക്കുകയും അദ്ദേഹത്തെ എല്ലാവരും ഷെയ്ഖുൽ മില്ലത്ത്, ലാൽപേട്ടിലെ ഷെയ്ഖുൽ മില്ലത്ത്, ഇസ്മായിൽ മില്ലത്ത് എന്ന് പറയപ്പെട്ടു എന്നാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായി. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിപ്പോയി. പാകിസ്ഥാനും രണ്ടായി പോയപ്പോ ഇന്ത്യയിലെ പ്രഗത്ഭരായ ലീഡേഴ്സ് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയി. ഖായിദ് ആസം മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനിലേക്ക് പോയി. മഹാനായ നവാബ് സാദാത്ത് ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ പ്രഥമ പ്രധാനമന്ത്രിയായി. അന്നത്തെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ക്രൗഡ്ഫുൾ ലീഡറായ ഖലീഖുസ്സമാൻ ചൗധരിയെ പോലത്തെ ആളുകൾ പോലും പാകിസ്ഥാനിലേക്ക് പോയി. നിങ്ങൾ ാന്തരങ്ങളിൽ മുസ്ലിം ലീഗിന്റെ വേരുകളുണ്ടാകാൻ ഓടി നടന്ന് പ്രചരണം നടത്തിയ സ്വദേശി സാഹിബ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങളുടെ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായെങ്കിൽ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ മാസം 10-ാം തീയതിയും 11-ാം തീയതിയും കൽക്കത്തയിൽ വെച്ച് അന്നത്തെ കൽക്കത്ത ഉൾപ്പെടുന്ന ബംഗാൾ, പഴയ ബംഗാൾ, ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ബംഗാളിന്റെ പ്രധാനമന്ത്രി എന്ന് കേളികേട്ട ഹസൻ ഷെയ്ഖ് എന്ന് പറയുന്ന HS സുഹ്രവർദി യോഗം വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. HS സുഹ്രവർദി ഗാന്ധിജിയുടെ അടുത്ത ശിഷ്യനാണ്. HS സുഹ്രവർദിയുടെ ഉമ്മയാണ് ആദ്യമായി ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ നേടിയ ഇന്ത്യൻ വനിത. ഈ HS സുഹ്രവർദിയാണ് രണ്ടാമത്തെ പാകിസ്ഥാൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് യോഗം വിളിച്ചപ്പോ മദ്രാസ് സംസ്ഥാനത്തിന് 2 ആളാണ് പങ്കെടുത്തത്. ഒന്ന് ഇസ്മായിൽ സാഹിബും ഒന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് സീരി സാഹിബ്. ഇവർ യോഗത്തിന് പോകുമ്പോ
ഇസ്മായിൽ സാഹിബ് പത്രത്തിൽ വായിച്ചു, ഇന്ത്യയിൽ അവശേഷിക്കുന്ന ലീഗിന്റെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിന്റെ ഒരു യോഗം കൽക്കത്തയിലുണ്ട്, നമുക്ക് പോകണ്ടേ ഇസ്മായിൽ സാഹിബ്? ഇസ്മായിൽ സാഹിബ് തിരിച്ച് കത്തെഴുതി, നമുക്ക് പോകാം. എന്നാൽ ഞാൻ ഇവിടുന്ന് സിരി സാഹിബ് മദ്രാസിൽ അദ്ദേഹം വന്ന ട്രെയിനിൽ നിന്ന് ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് കൽക്കത്ത അതിൽ കൊണ്ടുപോയി ലഗേജ് ഒക്കെ വെച്ചു. ഇസ്മായിൽ സാഹിബിനെ കാണാനില്ല. ഇസ്മായിൽ സാഹിബിന്റെ വീട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. സിരി സാഹിബ് ഇങ്ങനെ ഇസ്മായിൽ സാഹിബിനെ കാത്തിരിക്കുകയാണ്. ഇസ്മായിൽ സാഹിബിനെ കാണാനില്ലെന്ന് കണ്ട് ട്രെയിൻ എടുക്കാറായി ചെയ്തു. സിരി സാഹിബ് ലഗേജ് ഇറക്കി വെക്കണോ അതോ ഞാൻ തന്നെ ഇറങ്ങി പുറത്തേക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഓടിത്തുടങ്ങുന്ന ട്രെയിനിലേക്ക് ഇസ്മായിൽ സാഹിബ് ഓടി വരുന്നത്. ആ മനുഷ്യനെ വലിച്ചെടുക്കി. സിരി സാഹിബ് കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു, അങ്ങ് എവിടെയായിരുന്നു? ഞാൻ എൻ്റെ കിതപ്പൊന്ന് മാറട്ടെ എന്ന് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു. ഇരുന്നിട്ട് പറഞ്ഞു, സിരി സാഹിബ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ ഒന്ന് വീണിട്ട് കാലിനൊരു പൊട്ടലുണ്ട്. ഡോക്ടർ എടുത്തിട്ട് കൊണ്ടുപോയാൽ എനിക്ക് യോഗത്തിന് വരാൻ കഴിയില്ല. യോഗത്തിന് വന്നില്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ്. സിരി സാഹിബ് പറഞ്ഞു, അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് തിരികെ പോകാം. വേണ്ട, അള്ളാന്റെ കഥയാണ്. നമ്മൾ ആ യോഗത്തിൽ 3 ദിവസത്തെ യാത്ര. വീട്ടിൽ ഒന്ന് ഫോൺ വിളിച്ചു നോക്കാൻ മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് കത്തെഴുതിയാൽ ദിവസങ്ങൾ എടുക്കുന്ന കാലത്ത് കൽക്കത്തയിലേക്ക് മനുഷ്യൻ പോവുകയാണ്. വീട് കിടക്കുന്ന ഭാര്യയെ വേറെ ആളെ ഏൽപ്പിച്ചു. കൽക്കത്തയിലെത്തിയപ്പോൾ യോഗം പകുതിയായിരിക്കും. ലീഗ് പിരിച്ചുവിടണമെന്ന ചർച്ച നടക്കുക. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഇന്ത്യയിലെ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് ലീഗ് വേണോ വേണ്ടോ, നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. ഹസൻ ഷഹീദ് സുഹൃത്തുക്കാരോടത് പറഞ്ഞത് ഞങ്ങൾ ലീഗ് പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ചർച്ച വന്നതായിരുന്നു. പക്ഷെ ഈ തെക്ക് നിന്ന് 2 ദ്രാവിഡന്മാർ വന്ന് ഞങ്ങളെ പ്ലാനുകളൊക്കെ കൊളാക്കി കിടക്കുന്നു, തകർത്തു കളഞ്ഞു. 1947 ഒക്ടോബർ മാസത്തിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. 47 ഒക്ടോബർ കഴിഞ്ഞ് നവംബർ മാസത്തിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുസ്ലിം ലീഗിന്റെ അവസാനത്തെ മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നേതാക്കന്മാർ പങ്കെടുക്കാൻ. യോഗത്തിൽ വെച്ച് മുസ്ലിം ലീഗ് ഇന്ത്യ 2ആയി പിരിഞ്ഞ പോലെ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ലീഗ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ ലീഗിനൊരു കൺവീനറോ, മദ്രാസിലുള്ള മുഹമ്മദ് ഇസ്മായിലും ഉത്തരേന്ത്യയിലുള്ള മുഹമ്മദ് ഇസ്മായിലും UP-യിലുള്ള മുഹമ്മദ് ഇസ്മായിലും തമ്മിൽ നോമിനേഷൻ വന്നു. മദ്രാസിലെ മുഹമ്മദ് ഇസ്മായിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. UP-യിലെ മുഹമ്മദ് ഇസ്മായിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പിന്നീട് VC ആയി മാറി. മദ്രാസിലെ മുഹമ്മദ് ഇസ്മായിൽ യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരാഴ്ച പാകിസ്ഥാനിൽ തങ്ങി എന്നാണ്. നമുക്ക് ഈ പാകിസ്ഥാനൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. ഇത് ഇസ്മായിൽ സാഹിബിനെ പ്രസംഗിക്കാൻ വേണ്ടി ഇന്ത്യയിലെ കൺവീനറായി തെരഞ്ഞെടുക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം സംസാരിക്കാൻ എണീറ്റുന്നപ്പോൾ പാകിസ്ഥാൻ ലിയാഖത്ത് അലി ഖാൻ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞത്, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അയൽ രാജ്യത്ത് എന്നോട് പറയാറുണ്ട്. ഇസ്മായിൽ സാഹിബ് പ്രസംഗിച്ചത് ഇങ്ങനെയാണ്, ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദോരക്കണം. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ പാകിസ്ഥാന്റെ പ്രധാന, സദാ ലിയാഖത്ത് അലി ഖാനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്നൊന്നും ഒരാളും വിളിക്കില്ല, അത്രയും വലിയ മുസ്ലിം ലീഡറാണ്. ആ മനുഷ്യനോടാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണമെന്ന്. പ്രിയപ്പെട്ട പാകിസ്ഥാൻ മന്ത്രി, നിങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കാൽച്ചുവട്ടിൽ ഞെരിഞ്ഞമർന്നു മരിക്കേണ്ടി വന്ന പാകിസ്ഥാനിലൊരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. മറിച്ച് ഇന്ത്യയിൽ അവശേഷിച്ച, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അവശേഷിച്ച പഞ്ചാബികളും ഹിന്ദുക്കളും അവരോടത്തെ ന്യൂനപക്ഷമാണ്. അവർക്ക് ഈ പഞ്ചായത്ത് തലം മുതൽ നിയമനിർമ്മാണ സഭ വരെ അർഹമായ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് ഇന്ത്യയിലെ ലീഗിന്റെ കൺവീനർക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ പഴയ ലീഗിന്റെ ഫണ്ടിൽ അന്നത്തെ 47 ലക്ഷം രൂപ പകുതി ഞങ്ങൾക്ക് 10-17 ലക്ഷം റുപ്യ, 1 പവൻ സ്വർണത്തിന് 2 റുപ്യ ഉണ്ടായിരുന്ന കാലത്ത് 10-17 ലക്ഷം റുപ്യ ലീഗിന് തരാം. ഹബീബ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആ പണം വേണ്ട. എന്റെ പിന്മുറക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളൊക്കെ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുണ്ടാക്കിയ പാർട്ടിയല്ലോ എന്ന് പഴി കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആ പൈസ മുഴുവൻ നിങ്ങളെടുത്തോളി. ഇസ്മായിൽ സാഹിബ് മദ്രാസിൽ വന്ന് വിമാനം ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒരു കത്ത്. ആ കത്ത് എന്താണ്?
ഇന്ത്യയുടെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു മദ്രാസിലെ ഗിണ്ടിയിലുള്ള വസതിയിലുണ്ട്. ആ വസതിയിലേക്ക് വരണം, അദ്ദേഹത്തെ കാണാൻ. പ്രസിഡന്റിന്റെ തുല്യ പരിഗണനയുള്ള ആളാണ് ഗവർണർ ജനറൽ. അതിനേക്കാൾ വലിയൊരാൾ ഇന്ത്യയിൽ വേറെ ഇല്ല. അദ്ദേഹം വന്ന് കണ്ടു. ഇസ്മായിൽ ഇരിക്കി. ഡോൺ എന്ന പത്രത്തിൽ വായിച്ചു, നിങ്ങൾ ഇന്ത്യയിലെ ലീഗിന്റെ കൺവീനറായി തെരഞ്ഞെടുത്ത വിവരം. ആ മാരണ ഇനി ഇവിടെ ഉണ്ടാക്കിയത് കോപിഷ്ഠനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചെങ്കിലും നിങ്ങൾ ലീഗ് ഉണ്ടാക്കാൻ മുതിരരുത്, നിങ്ങൾക്ക് എന്ത് ഡിമാൻഡും വേണമെങ്കിൽ പറയാം. ഇസ്മായിൽ സാഹിബ് പറഞ്ഞ മറുപടി, മൗണ്ട് ബാറ്റൻ പ്രഭു, ഇസ്മായിലിന്റെ കാര്യമാണെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറുണ്ട്, പക്ഷേ ഇതെന്റെ സമുദായത്തിന്റെ പ്രശ്നമാണ്, ഞാൻ കോംപ്രമൈസിന് തയ്യാറില്ല. ഞങ്ങളൊന്ന് യോഗം വിളിക്കട്ടെ, യോഗം വിളിച്ചിട്ട് തീരുമാനിക്കാം. മഹാനായ പറഞ്ഞു, ലീഗിന് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ പദവി ഏതാണ് പ്രിയമുള്ളവരെ? കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുടെ ഒരു ഇ അഹമ്മദ് സാഹിബിന് പരിഗണന കിട്ടി എന്നാണ്. ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞത്, ഇത് എഴുതി തരൂ, എത്ര ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ വേണം, എത്ര ഗവർണർ ജനറൽമാർ വേണം, എത്ര കോൺസുലർമാർ വേണം, തരാം, പക്ഷെ ലീഗ് ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ട നെഹ്റുജി, ഞാനും നിങ്ങളും മരിക്കും, നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രശ്നം വരുന്ന കാലത്ത് കരയാൻ വേണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇസ്മായിലെ, നിങ്ങൾ ഈ യോഗം വിളിക്കുമ്പോഴേ നിങ്ങൾ തന്നെ നീറ്റ് നിന്നിട്ട് ലീഗ് വേണ്ടെന്നുള്ള അഭിപ്രായം പറഞ്ഞോളി, എന്നെല്ലാവരും അതിൻ്റെ കൂടെ നിന്നോളൂ. നെഹ്റു ചിരിച്ചാൽ ഇന്ത്യ ചിരിച്ചു, നെഹ്റു കരഞ്ഞാൽ ഇന്ത്യ കരഞ്ഞു എന്ന് പറയുന്ന കാലം. അടക്കി ഭരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട്, ലോകത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദിയോട് പറഞ്ഞത്, നെഹ്റുജി, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ എന്നും അങ്ങയെ പോലത്തെ ഒരാളുണ്ടാവുന്നത് എഴുതി തരും, ഞാൻ അഭിപ്രായം പറഞ്ഞത്. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഞാനിത് സംസാരിക്കുന്നത്. 1948 മാർച്ച് മാസം 10-ാം തീയതി മദ്രാസ് വെച്ച് ലീഗ് ഉണ്ടായതാണ് നമ്മളൊക്കെ പറയാറുള്ളത്. പക്ഷെ അന്ന് മദ്രാസിൽ രാജാജി ഹാളില്ല, ില്ല. രാജാജി ഹാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരം ഏതൊരു ഓഡിറ്റോറിയം. ലീഗിന് 20 MLA 29 MLA-മാരുള്ള മദ്രാസിലെ പ്രതിപക്ഷ നേതാവുള്ള പാർട്ടിക്ക് മദ്രാസിൽ യോഗം വിളിക്കാൻ സ്ഥലം കിട്ടിയില്ല. പ്രധാനമന്ത്രി എതിരാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എതിരാണ്, മദ്രാസിന്റെ ആഭ്യന്തരമന്ത്രി ഡോക്ടർ സുബ്ബരായനെതിരാണ്. ഇവർ പാർട്ടിക്ക് യോഗം വിളിക്കാൻ ആര് ഓഡിറ്റോറിയം? 29 MLA-മാരും സ്പീക്കറുടെ ചാമ്പറിൽ കയറി പറഞ്ഞു, സർ, MLA-മാരെന്ന പ്രിവിലേജിനെ അക്കോമഡേറ്റ് ചെയ്യണം, യോഗം വിളിക്കാൻ ഒരു സ്ഥലം വേണം. അങ്ങനെയാണ് യോഗം വിളിക്കാൻ വേണ്ടി MLA ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള സർക്കാരിന്റെ അതിഥികൾ വന്നാൽ താമസിപ്പിക്കുന്ന അതിഥി മന്ദിരം അനുവദിച്ചത്, ബാങ്ക്വറ്റ് ഹാൾ അനുവദിച്ചത്. അവിടെ വെച്ചാൽ ലീഗിന്റെ യോഗം നടന്നത്. ആ ബാങ്ക്വറ്റ് ഹാളിന് പിന്നീട് രാജാജി മരിച്ചപ്പോൾ രാജാജി ഹാൾ എന്ന് പേര്. രാവിലെ യോഗം ആരംഭിച്ചു. 157 ആൾക്ക് കത്ത് കൊടുത്തു. ആകെ 51 ആൾക്കാരെ വന്നത്. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചിട്ട് വരാത്തതാണ്. കാരണം അന്ന് ലീഗിക്ക് പോയാൽ ലീഗ് 6 മാസം നിലനിൽക്കൂല എന്ന് പറഞ്ഞവരായിരുന്നു. ലീഗിക്ക് പോയവരൊക്കെ ദേശക്കൂറില്ലാത്ത മുസ്ലിങ്ങളും ലീഗുകാരല്ലാത്തവരൊക്കെ ദേശീയ മുസ്ലിങ്ങളായിരുന്ന കാലമാണ്. ലീഗിൽ നിന്ന് രാജിവെക്കുന്നവരുടെ ഫോട്ടോ അച്ചടിച്ചു വന്നിരുന്ന കാലത്താണ് ഈ യോഗം നടക്കുന്നത്. 181 പേരിൽ 187 പേർ മാത്രം വന്നു. രാവിലെ 9 മണിക്ക് ആരംഭിച്ചു, രാത്രി 11 മണി വരെ യോഗം നീണ്ടു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച യോഗത്തിൽ പലരും പറഞ്ഞു ലീഗ് ഇനി വേണ്ട എന്ന അഭിപ്രായം. കുറ്റിപ്പുറത്തെ MLA PK മൊയ്തീൻ കുട്ടി സാഹിബ് ഒരു ലീഗ് വേണം, ലീഗ് ജനാധിപത്യത്തിൽ ഇടപെടണം, ലീഗിനൊരു കൊടി വേണം, ലീഗിനൊരു നയം വേണം, ലീഗിനൊരു ഭരണഘടന വേണം, ലീഗിനൊരു പേര് വേണം. അങ്ങനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാത്രി 11 മണി വരെ ആ പ്രമേയത്തിൽ ചർച്ചയുണ്ടായി. ലീഗ് എന്നല്ലല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഇന്ത്യയുടെ പേരെന്താണ്? 500 ചില്ലാനും നാട്ടുരാജ്യങ്ങൾ ഇങ്ങോട്ട് ലയിപ്പിച്ചതാണ്. അതാണ് ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി എന്നാണ്. പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾ കോൺഗ്രസിന്റെ ബോർഡൊക്കെ നോക്കി, 1960 ശേഷം ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ കോൺഗ്രസ് ആണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രാക്കറ്റിൽ I ഉണ്ടാവും, ഇന്ദിരാ കോൺഗ്രസ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPI ഉണ്ടാവും, ഇപ്പുറത്ത് CPIM.
കുറച്ചുകൂടി പോയാൽ ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ലീഗ് ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഇപ്പൊ ഉണ്ടോ? കിസാൻ മസ്ദൂർ പാർട്ടികളാണ്. പിന്നെ കിസാൻ മസ്ദൂർ പാർട്ടി ഇന്നുണ്ടോ? ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്നുണ്ടോ? അന്നുള്ള എല്ലാ പാർട്ടികളും ഇല്ലാതായി ഈ പാർട്ടി മാത്രം നിലനിൽക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കണ്ടു. ഞാൻ അതിലേക്ക് കിടക്കില്ല. ഇതുവരെ നല്ല രസം. 1948 ഈ യോഗം കഴിഞ്ഞതിന് ശേഷം ഈ പ്രമേയം അവതരിപ്പിച്ച കുറ്റിപ്പുറത്ത് മൊയ്തീൻകുട്ടി സാഹിബ് ഉണ്ടല്ലോ, കുറ്റിപ്പുറത്ത് വന്ന് യോഗം വിളിച്ചു. ആ യോഗത്തിന്റെ പേരെന്താണെന്ന് അറിയാം? ഇതേപോലത്തെ ഒരു യോഗം. ആ യോഗത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് പിരിച്ചുവിടൽ സമ്മേളനം. കുട്ടി സാഹിബ് ലീഗ് രാജിവെച്ചു. KPCC പ്രസിഡന്റ് അയാളാണ് മൊയ്തീൻകുട്ടി സാഹിബ്. മൊയ്തീൻകുട്ടി സാഹിബ് ലീഗിന് രാജിവെച്ചു. അവസാനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ലീഗിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? ഹബീബ് റഹ്മാൻ ബേഗ്. 3 MP-മാരോടൊപ്പം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ലീഗിന് മുഴുവൻ ആളുകളും കൊഴിഞ്ഞു പോകുന്ന പോലെ പോയി. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ആരു പോയാലും ആരു തടഞ്ഞാലും ഇന്ത്യയിലെ മുസൽമാന്റെ അഭിമാനഭാജനമായ ഈ പതാക, ഈ ഹരിത പതാക ഞാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അത് എന്റെ കൊക്കിൽ. ആ മനുഷ്യൻ അന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ചേർന്നിരിക്കാൻ കഴിയുന്നത്. ഇസ്മായിൽ സാഹിബ് 1948 സത്താർ സെട്ടു സാഹിബിന് ശേഷം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് കടന്നുപോയി. സഭയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഞാൻ ഒറ്റ വാക്കിൽ പറയാണ്. ഞങ്ങൾ അപ്പൂപ്പൻ താടികളായി ഇവിടെ പാറി വന്നിരുന്നവരല്ല, ഞങ്ങൾ ഓട് പൊളിച്ചു വന്നവരല്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭൂരിപക്ഷമാവാൻ കഴിയാത്ത ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളാണ് ഞങ്ങൾ. ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപം കൊണ്ടാൽ അത് ഇന്ത്യയിൽ ഖിയാമത്ത് നാളെ വരെ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ ഒരു ഭരണഘടനയായത്. അതുകൊണ്ട് ഞങ്ങൾ പറയാനുള്ളത് കൂടി കേൾക്കുക, അല്ലെങ്കിൽ അത് ജനാധിപത്യ മതേതര സംവിധാനങ്ങൾ തീരാ കളങ്കമായി മാറുമെന്ന ഇസ്മായിൽ സാഹിബിന്റെ പ്രഖ്യാപനം ചരിത്ര പ്രധാനമാണ്. 1952 ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ഇസ്മായിൽ സാഹിബ് ജയിച്ചു. രാജ്യസഭയിലേക്ക് ജയിക്കുമ്പോ 18 MLA-മാരുടെ വോട്ടുമാണ്. ലീഗിനാകെ 5 MLA-മാരുടെ വോട്ട്. ഇന്ത്യയുടെ രാജ്യസഭയുടെ ചരിത്രത്തിൽ സ്വതന്ത്രരുടെ മാത്രം പിന്തുണ വാങ്ങിയിട്ട് ഒരു മനുഷ്യൻ മാത്രമാണ് രാജ്യസഭയിലേക്ക് ജയിച്ചു വന്നിട്ടുള്ളൂ. അത് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇസ്മായിൽ സാഹിബാണ്. 1962 പോക്കർ സാഹിബിന് ശേഷം ഇസ്മായിൽ സാഹിബ് മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജയിച്ചു. മഷൂം മുത്തുരാമലിംഗ ദേവർ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അയാൾ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വരാതെ വീട്ടിലിരുന്നിട്ട് ജയിച്ച ആളാണ്. കാരണം അയാളുടെ മണ്ഡലത്തിൽ അയാളുടെ ബന്ധുക്കളുടെ മുഴുവൻ വോട്ടും അയാൾ മത്സരിച്ച മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവതയുള്ള ഒരു മനുഷ്യനുണ്ട്. 3 തവണ ഒരു ലോകസഭാ മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വരാതെ ജയിച്ച ഒരു മനുഷ്യൻ മാത്രമാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മാത്രമാണ്. ഈ മനുഷ്യൻ അത്രമാത്രമാണ് മലബാർ നെഞ്ചേറ്റിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്മായിൽ സാഹിബിന്റെ അനുയായിയായിരിക്കുക എന്നതാണ് ഒരു മുസ്ലിം ലീഗുകാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഹൃതം. ഒരു മനുഷ്യന് മരിക്കുമ്പോഴാണല്ലോ ആ മനുഷ്യന്റെ മഹത്വം വളരുക എന്ന് ചിലപ്പോഴൊക്കെ പറയാം. ഒരു മനുഷ്യന്റെ മരണ നിമിഷം ഏറ്റവും വേദനയുള്ള നിമിഷത്തിലാണ് ഇസ്മായിൽ സാഹിബ് അള്ളാഹുവിലേക്ക് പോയത്. ഇസ്മായിൽ സാഹിബ് മരണാസന്നനായെന്നറിഞ്ഞ് പലരും കാണാം. ഹമീദ് അലി ഷംനാട് സാഹിബും CH അഹമ്മദ് സാഹിബും ഉൾപ്പെടെയുള്ളവർ സ്റ്റാൻലി ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. ബാഫയ്ക്ക് തങ്ങൾ ഓടിയെത്തി. അവർ ഇസ്മായിൽ സാഹിബിന്റെ അടുത്ത് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അവിടേക്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി സ്റ്റാലിനാണ്, സ്റ്റാലിന്റെ അച്ഛൻ കലൈഞ്ജർ കരുണാനിധി ഓടി വരുന്നത്. കരുണാനിധി ഈ വളരെ വേഗതയിൽ ഓടിയെത്തിയിട്ട് ഇസ്മായിൽ സാഹിബിന്റെ മുമ്പിൽ വന്നു. ഇസ്മായിൽ സാഹിബിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കരുണാനിധി. ഞങ്ങൾക്കിനി അണ്ണാതുര ഇല്ല, അങ്ങാണ് ഞങ്ങളുടെ തലൈവർ എന്നാണ് ഇസ്മായിൽ സാഹിബ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാഹിബിന്റെ അടുത്ത് വാങ്ങിച്ചത്. ആ കരുണാനിധി ഇസ്മായിൽ സാഹിബിന്റെ മുമ്പിൽ നിൽക്കുക. ഇസ്മായിൽ സാഹിബിന്റെ കൈയെടുത്തിട്ട് കരുണാനിധി ഇപ്പുറത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കയ്യിൽ വെച്ചിട്ട് ഇസ്മായിൽ സാഹിബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. റൂഹ് പിരിയുന്ന സമയത്ത് മനുഷ്യന്മാർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയും ഇസ്മായിൽ സാഹിബ് അനുഭവിക്കുന്നുണ്ട്. ഇസ്മായിൽ സാഹിബിന്റെ ചെവിയിൽ ആരോ പറഞ്ഞു, സാർ അങ്ങയെ കാണാൻ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്. ഈ പതാക ഇന്ത്യയിൽ ആദ്യം
അർദ്ധബോധാവസ്ഥയിലാണ്. മെല്ലെ ഒന്ന് കണ്ണു നോക്കി സ്വതസിദ്ധമായ ശൈലിയിലൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഇസ്മായിൽ ഈ ലോകത്ത് നിന്ന് കലിമ ചൊല്ലി പിരിയുന്നതിന് മുമ്പ് അവസാനമായി സംസാരിച്ചതൊന്നു മാത്രമാണ്. ആ കൈയൊന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചപ്പോൾ കരുണാനിധിക്ക് തോന്നി ഇസ്മായിൽ സാഹിബ് എന്തോ വിഷമം അനുഭവിക്കുന്നുണ്ട്. കരുണാനിധി ആ കൈയൊന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്തോ പറയാൻ ചുണ്ടനക്കുന്നെന്ന് തോന്നിയപ്പോൾ കരുണാനിധി ഒന്ന് ചെവി ഇങ്ങനെ കൂർപ്പിച്ചു നോക്കി. കലൈഞ്ചർ കരുണാനിധി എന്റെ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് ആ മനുഷ്യനാണ് ഈ പതാക പിടിച്ചത്. അതുകൊണ്ടാണ് ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിലിന്റെ മുമ്പിൽ പിടിച്ചത് തമിഴ്നാട് രാഷ്ട്രീയ സിനിമാ ലോകം കണ്ട ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ലീഡർ MGR ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഫോട്ടോ. രണ്ടുപേർ നിസ്കരിക്കാതെ, ഒന്ന് MGR ഒന്ന് കരുണാനിധിയുമാണ്. ന്യൂ കോളേജിൽ നിന്ന് വല്ലാജാൻ മസ്ജിദിലേക്ക് മയ്യത്ത് കൊണ്ടുപോകുമ്പോ 2 ടാങ്കർ ലോറിയിൽ വന്ന് വെള്ളം കൊണ്ട് റോഡ് മുഴുവൻ അങ്ങോട്ട് നനച്ചു. മയ്യത്ത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെ ആ റോഡിലൂടെ നനച്ചു. ആർക്കും മനസ്സിലായില്ല ഇതെന്താണെന്ന്. നാട് മുഖ്യമന്ത്രി വരുന്നത്, മുഖ്യമന്ത്രി കാലിന് ചെരുപ്പഴിച്ചിട്ട് ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്തു കട്ടിലിന്റെ ഓരം ചേർന്ന് നടന്നുപോയി. മുഖ്യമന്ത്രി കാലിൽ ചെരുപ്പിടാതെ ഇസ്മായിൽ സാഹിബിന്റെ മയ്യത്തിന് അനുഗമിക്കും. കാലുകൊള്ളാതിരിക്കാനാണ് റോഡ് നനച്ചത്. ആർക്കാട്ടിക് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത ഭൂമിയിലാണ് ഇസ്മായിൽ സാഹിബ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുസ്ലിം വിമൻസ് ലീഗിന്റെ അഥവാ വനിതാ ലീഗ് പ്രസിഡന്റ് കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ഇന്നത്തെ ആർക്കാട്ടിക് നവാബിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഫാത്തിമ മുസഫറിന് ടൈപ്പ് ചെയ്താൽ അവരുടെ പേജ് കിട്ടും, അതിലുണ്ട്. ആ ആർക്കാട്ടിക് നവാബുമാരെ മാത്രം അടക്കം ചെയ്ത മണ്ണിലാണ് ഇസ്മായിൽ സാഹിബ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആർക്കാട്ടിക് നവാബ് അല്ലാത്ത ഒരു മനുഷ്യൻ ഇസ്മായിൽ സാഹിബ് മാത്രമാണ്. ആ ഇസ്മായിൽ സാഹിബിന്റെ പ്രത്യേകത, ഈയിടെ ഷിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദ്രാസിലേക്ക് എന്തോ ഒരു പരിപാടിക്ക് ഷിഹാബ് തങ്ങൾ പോകും. അങ്ങനെ ഞാൻ ക്ഷണിക്കുകയാണ്, സൗകര്യമാണെങ്കിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു ഞാൻ മദ്രാസിൽ എത്തിയിട്ട് എൻ്റെ ഒരു ടൈം ഷെഡ്യൂളിനനുസരിച്ച് ഞാൻ അറിയിക്കാം എന്നും പറഞ്ഞു. മമ്മൂട്ടിയുടെ വീട്ടിൽ വിരുന്നിന് പോകാമെന്ന് കരുതി അന്ന് രാത്രി ആർക്കാട്ടിക് നവാബ് വിളിച്ചിട്ട് അന്നത്തെ ആർക്കാട്ടിക് നവാബ് തങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങോട്ട് പോയി കാണാൻ തന്നെ അങ്ങോട്ട് പോയി ആർക്കാട്ടിക് നവാബിനോട് സംസാരിച്ചിരുന്ന് സമയം പോയെന്ന് അറിഞ്ഞില്ല. മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞു എനിക്ക് വിരുന്നിന് വരാൻ കഴിയില്ല, ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ കൂടുതൽ ആൾ പറഞ്ഞു തങ്ങളെ ആർക്കാട്ടിക് നവാബിനോടൊക്കെ സംസാരിച്ചത് ശരി തന്നെയാണ്, പക്ഷേ മമ്മൂട്ടിയെ പോലുള്ള ഒരാളുടെ വിരുന്ന് ഇങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് ഈ മനുഷ്യരുണ്ടോയെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോളേജിലൊക്കെ സീറ്റ് കിട്ടാൻ ഞാൻ ലീഗിൻ്റെ ചൂടാറുണ്ട്. ആ അടുത്ത ഏതെങ്കിലും ലീഗ് നേതാവിൻ്റെ മകൾക്കൊന്നും കോളേജിൽ ഇന്ന കോളേജിൽ ഈ പോളിടെക്നിക്കിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ലീഗ് കമ്മിറ്റി സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇസ്മായിൽ സാഹിബിൻ്റെ മകൻ ഒരു കോളേജിലാണ് പഠിക്കുന്നത്, അടുത്തൊരു കോളേജിലേക്ക് ട്രാൻസ്ഫർ വേണം. അപ്പോൾ ഇസ്മായിൽ സാഹിബിൻ്റെ അനിയൻ KTM അബ്ദുറഹ്മാൻ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി ഷൺമുഖേവലിനോട് പറഞ്ഞു, സാർ തലൈവറുടെ അഥവാ ഇസ്മായിൽ സാഹിബിൻ്റെ മകന് ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ വേണം, എൻ്റെ തലൈവർക്കല്ലാതെ ഞാൻ ആർക്ക് ചെയ്തു കൊടുക്കുന്ന അപ്പത്തിന് സ്പെഷ്യൽ ഉത്തരവിട്ട് റെഡിയാകും. ഇസ്മായിൽ സാഹിബിനെ സഭയിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ മദിരാശി പ്രവിശ്യ പ്രസിഡന്റാണ്, നേതാവാണ്. വാപ്പ ലീഗിന്റെ നേതാവായതുകൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്, അല്ലാതെ മെറിറ്റിൽ കിട്ടേണ്ട ഒരു കുട്ടിയുടെ സീറ്റാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി അതിൽ നിന്ന് വിഡ്രോ ചെയ്തോളൂ, മെറിറ്റിൽ കിട്ടേണ്ട ഒരു കുട്ടി അവിടെ പഠിച്ചാൽ മതി. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു മകനെ പഠിക്കാൻ. സാർ അത് നിങ്ങൾ പറയരുത്, കാരണം നാളെ ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ റബ്ബിനോട് എനിക്ക് മറുപടി. പാളം നേരെ മുറിച്ചടന്നാൽ പള്ളിയിലേക്ക് എത്താം. റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാളം കയറിയിട്ട് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഇസ്മായിൽ സാഹിബിനോട് സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, സാർ അങ്ങേക്കൊന്ന് പാളം മുറിച്ചടന്ന് പോയി പള്ളിയിലെത്തിക്കൂടെ? ഞാൻ നിയമനിർമ്മാണ സഭയിൽ ഞാൻ എൻ്റെ റബ്ബെന്നെ വെറുതെ വിടില്ല. പോർട്ടർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെട്ടിയുമായി ഏറ്റി ദയാമന്ദിരിൽ ഇറക്കി വെച്ചു. നടന്നു പോകുന്നതിനിടെ പോർട്ടറുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയിരുന്നു. പോർട്ടർ ശ്രദ്ധിച്ചിട്ടില്ല. ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിൽ ആ പെട്ടി
വോട്ടറാകെ ഭയന്ന് വിറച്ചുപോയി. കാരണം ഇന്ത്യയിലെ പാർലമെന്റ് ഏറ്റവും ഉഷിരുള്ള ലീഡർ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം ലീഡർ റെയിൽവേ സ്റ്റേഷനിലെ വോട്ടറുടെ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് സഹോദര പോയ ചെരുപ്പ് കൊടുക്കാൻ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് CH മുഹമ്മദ് കോയ മഞ്ചേരിയിൽ ഇസ്മായിൽ സാഹിബിന്റെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇസ്മായിൽ സാഹിബ് മഞ്ചേരിയിൽ ജയിച്ച ഒരു വലിയ സംഭവമുണ്ട്. 3000 ചില്ലാനും വോട്ടിലാണ് ആദ്യമായി ഇസ്മായിൽ സാഹിബ് ഇന്നത്തെ താനൂർ നിലമ്പൂരിലെ MLA PV അൻവറിന്റെ വല്യപ്പയോട് ജയിച്ചത്. ആ ജയിച്ച സമയത്ത് ഇസ്മായിൽ സാഹിബിന്റെ വേദിയിൽ എപ്പോഴെങ്കിലും ലീഗിനു വേണ്ടി നടന്നു തളരുമ്പോ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുക. ഒരു മനുഷ്യൻ സ്ഫുരിക്കുന്ന താടിരോമങ്ങളോടെ പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ണുകളോടെ നമ്മൾ നോക്കുന്നത് കാണാം. ആ മനുഷ്യന്റെ മുഖം നമുക്ക് തരുന്ന ഊർജമുണ്ടല്ലോ, ആ ഊർജം അത് സുബ്ബരായന്റെ മുമ്പിൽ പതരാത്ത ഊർജമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ പതരാത്ത ഊർജമാണ്. അത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മുമ്പിൽ നെഞ്ചുവിരിച്ചു നിന്ന ഇസ്മായിൽ സാഹിബിന്റെ ഊർജമാണ്. ആ ഊർജം നമുക്ക് ലഭിച്ചാൽ പിന്നെ നമുക്ക് പതരാത്ത പാദത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, ഇസ്മായിൽ സാഹിബിന്റെ നാട്ടിൽ ലീഗില്ല, നമ്മുടെ നാട്ടിൽ ലീഗുണ്ട്. അതിന്റെ കാരണം CD സാഹിബ് എന്നാണ്. കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത് CD സാഹിബ്. കൊടുങ്ങല്ലൂർ പഠിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ സ്വർണ്ണ മെഡലോടുകൂടിയാണ് അഥവാ +2 പാസ്സായത്. തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ 1 വർഷം ഡിഗ്രി നഷ്ടമായി. തിരുവനന്തപുരത്ത് ലോ കോളേജ് 25ലും 26ലും പഠിക്കാൻ പോയി. മഹാനായ ഗാന്ധിജിയെയും മൗലാന ഗാന്ധിജിയെയും ഗൗരി ശങ്കർ മിശ്രയെയും പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധേയനായി. 1928 മദ്രാസിൽ പോയി വക്കീൽ പഠനം പൂർത്തീകരിച്ച് നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിൽ വക്കീലായി ഇറങ്ങി. ഇന്ന് CD സാഹിബ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ ഫീസ് വാങ്ങിക്കുന്ന കോടതി വക്കീൽ സാഹിബ് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആ CD സാഹിബ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ലാഹോറിൽ സംഘടിപ്പിച്ച ഗാന്ധിജിയും നെഹ്റുവും മോട്ടിലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലുള്ള കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചി രാജ്യത്തെ കോൺഗ്രസിന്റെ സെക്രട്ടറിയായി. നാട്ടിൽ തിരികെ വന്നപ്പോ 1928ലും 1930ലും എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ കൊച്ചി പ്രജാസഭയിൽ എതിർ സ്ഥാനാർത്ഥി MLA, നാട്ടിൽ എവിടെ പോയാലും അറിയപ്പെടുന്ന വക്കീൽ, ധനാഢ്യനായ മകൻ, എല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യൻ. ഈ മനുഷ്യനാണ് ഈ തലശ്ശേരിയിൽ വന്ന വാടക വീട്ടിൽ താമസിച്ചിട്ട് നമുക്ക് ചന്ദ്രിക 1937 ലീഗ് ഉണ്ടാക്കിയത് CD സാഹിബാണ്. തലശ്ശേരിയിൽ നേതൃത്വത്തിൽ ലീഗ് ഉണ്ടാക്കിയത് CD സാഹിബാണ്. തിരൂർ മൗലവി സാഹിബിന്റെ നേതൃത്വത്തിൽ ലീഗ് ഉണ്ടാക്കിയത് CD. ഇങ്ങനെ ലീഗ് ഉണ്ടാക്കി കൊണ്ടുവന്നു CD സാഹിബ്. മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് രൂപം നൽകിയപ്പോ അറക്കലെ കണ്ണൂരിലെ അറക്കൽ രാജാവ് അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ പ്രസിഡന്റും ഹാജി സാഖ് അബ്ദുൽ സത്താർ സേട്ടു സാഹിബ് സെക്രട്ടറിയും മഹാനായ CKP ചെറിയ മമ്മൂക്കെ ട്രഷററുമായി മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഉണ്ടാക്കി. മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ മത്സരിച്ചത് ലീഗിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ. പോക്കർ സാഹിബ് തോറ്റു, ലീഗ് തോറ്റു. ലീഗിനെ തോൽപ്പിച്ചത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങൾ അളിയനാണ് ജയിച്ചത്. ടുത്ത് വന്ന വീശി കാണിച്ചപ്പോ CD സംഘം മറന്ന് ആളുകൾ ബാഫക്കി തങ്ങളുടെ അളിയന് വോട്ട് ചെയ്തു. CD സാഹിബ് ചിന്തിച്ചു, ഈ ബുദ്ധിജീവികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ലീഗ് നിലനിൽക്കൂല, ലീഗിന് ജനകീയരായ നേതാക്കൾ വേണം. ബാഫക്കി തങ്ങളുടെ വീട്ടിലേക്ക് CD സാഹിബിന്റെ കാർ ഓടിക്കയറി. കാർ നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങിയിട്ടാണ് CD സാഹിബ് തങ്ങളോട് പറഞ്ഞത്, തങ്ങളെ അങ്ങ് വരണം, അങ്ങ് ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ഖൈദുൽ ഖൗം ലീഗാകുന്നു. ഏറെ നാട്ടിലെ മുടി ചൂടാമന്നനായ ആത്മീയ നേതാവ് പാണക്കാട്ടെ പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളെന്ന PMS പൂക്കോയ തങ്ങളെന്ന കോൺഗ്രസ് ലീഡർ കുട്ടി സാഹിബിന്റെയും മുസ്ലിം ലീഗ് നേതാവ് CD സാഹിബിന്റെയും ശ്രമഫലമായി മുസ്ലിം ലീഗ് പൂക്കോയായപ്പോ ലീഗായി. മൈസൂരിലെ കോളേജിൽ പഠിച്ചിരുന്ന മെഹബൂബ് സുലൈമാൻ സേട്ടു എന്ന പ്രശസ്തനായ സേട്ടു സാഹിബിനെ മൈസൂരിലാണ്
MSF സമ്മേളനത്തിൽ കൊണ്ടുവന്ന് നേതാവാക്കിയത് സീതി സാഹിബാണ്. CH മുഹമ്മദ് കോയെ MSFന്റെ ഹസൻ റിസാ സാഹിബിനെ കണ്ടെത്തിയത് സീതി സാഹിബാണ്. ഒരു കുട്ടി നന്നായി പഠിക്കും തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. ആ കുട്ടി എറണാകുളത്ത് ലോ കോളേജിൽ ചേർന്നപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, എറണാകുളത്ത് നിന്ന് പേര് പെട്ടു, തിരുവനന്തപുരത്ത് വന്ന ആ കുട്ടി ചേർന്നപ്പോൾ ആ കുട്ടി സീതി സാഹിബിനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എറണാകുളത്ത് തന്നെ എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു. കാരണം എറണാകുളത്ത് ഹൈക്കോടതിയുണ്ട്, എറണാകുളത്ത് എനിക്ക് സുഹൃത്തുക്കളുണ്ട്, തിരുവനന്തപുരത്ത് ഒരു വരണ്ട നഗരമാണ്, എനിക്കിവിടെ പഠിക്കാൻ താല്പര്യമില്ല. നീ ഒരു സാധാ വക്കീലാവണ്ടാണല്ലോ, നിനക്ക് ഫ്ലവറി ലാംഗ്വേജ് വേണം. ആ ഫ്ലവറി ലാംഗ്വേജ് ആണ് ഈ അഹമ്മദ് എന്ന മനുഷ്യന് സംസാരിക്കാനുള്ള സ്ഥൈര്യം ഉണ്ടാക്കിയെടുത്തത്. സീതി സാഹിബ് കണ്ടെത്തിയതാണ്. സീതി സാഹിബ് നേതാക്കന്മാരുണ്ടാക്കി. തിരിച്ചല്ലോ ആ ചെറ്റക്കുടിലുകളിൽ, മാപ്പിളക്കുടിലുകളിൽ പട്ടിണി ബാധിച്ച പാവപ്പെട്ട മാപ്പിളമാർ, സ്കൂളിൽ പോകാൻ മടിയുള്ള മാപ്പിളമാർ നമ്മൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് കാണിച്ചു കൊടുക്കുമ്പോ 1817 സൊസൈറ്റി തിരുവനന്തപുരത്തെ കോട്ടയത്തെ നഗരമധ്യത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റി കോളേജ് ഉണ്ടാക്കിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്, CIA പോലത്തെ സിനിമകളൊക്കെ CMS കോളേജ് മധ്യത്തിൽ 1817 ഉണ്ടാക്കിയാണ്. 1948 നമ്മുടെ നാട്ടിൽ ഒരു കോളേജ് ഉണ്ടാക്കിയത്, ഫറൂഖ് കോളേജ്. 1948 1817 എന്ന് പറഞ്ഞാൽ 30 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. 130 കൊല്ലം പിന്നിലായി പോയ നമ്മളെയാണ് വെറും 73 കൊല്ലം കൊണ്ട് ഇന്ന് കാണുന്ന പ്രതാപത്തിലേക്ക് മുസ്ലിം ലീഗ് നയിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ അട്ടിപ്പേരവകാശം ഏറ്റെടുക്കാൻ വരുന്നത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് സീതി സാഹിബ് ചെയ്ത സേവനം, സമയം ദൈർഘ്യം മൂലം ഞാൻ ചുരുക്കി പറയാം. സീതി സാഹിബ് ചെയ്ത സേവനം ഇങ്ങനെ എണ്ണിവെക്കാം. കുറ്റിപ്പുറത്തെ മലബാറിന്റെ കവാടമാണ് കുറ്റിപ്പുറം. അവിടെ തിരൂർ ബോയ്സ്, മലപ്പുറം ബോയ്സ്, മലപ്പുറം ഗേൾസ്, തലശ്ശേരി ബോയ്സ്, തലശ്ശേരി ഗേൾസ്, കോഴിക്കോട് ബോയ്സ്, തലശ്ശേരി മുബാറക് സ്കൂൾ, വടകര ഗവൺമെന്റ് സ്കൂൾ, കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സ്കൂൾ, ഇതൊക്കെ സീരിയസ് ആയി ഉണ്ടാക്കിയതാണ്. പിണറായി വിജയൻ പഠിച്ച തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ഉണ്ട്. RSSന്റെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്നാണ്. ഞാനൊരു അക്കാഡമിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗ് കമ്മിറ്റി 1 ലക്ഷം രൂപ തരാം. പിണറായി വിജയൻ പഠിക്കുന്നെന്ന് ബ്രണ്ണൻ കോളേജിൽ RSS ഉണ്ടോ എന്ന് നിങ്ങൾ തെളിയിച്ചെന്നാൽ മതി. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കണമെന്ന് അവിടെ RSS ഇല്ല. പിന്നെ എങ്ങനെയാണ് RSSകാർ ഊരിപ്പിടിച്ച് വാളിൻ്റെ ഇടയിൽ കൂടി ഇവർ നടന്നുപോയത് എന്നത് അത്ഭുതമാണ്. അവിടെ ആരെങ്കിലും RSSകാർ കൊടുത്ത് നിർത്തിയിരുന്നോന്നറിയില്ല. പക്ഷേ മുസ്ലിം അട്ടിപ്പേരവകാശം മുസ്ലിം ലീഗിനാണ് ചോദിച്ച പിണറായി വിജയന്റെ അട്ടിപ്പേരവകാശം മുസ്ലിം ലീഗിനാണ്. കാരണം പിണറായി വിജയൻ പഠിച്ച തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുമ്പ് RSSന്റെ വാളിന്റെ ഇടയിൽ കൂടി നടക്കാനല്ല പോയത്, പഠിക്കാനാണ്. പിണറായി വിജയന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിക്കാനുള്ള ഡിഗ്രി കോഴ്സ് കൊണ്ടുവന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിനെ ഫസ്റ്റ് ഗ്രേഡ് കോളേജാക്കി മാറ്റിയത് മുസ്ലിം ലീഗ് നേതാവ് സീതി സാഹിബ്. ഫറൂഖ് കോളേജ് പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരുന്നാണ് ഇപ്പോഴത്തെ ദേശീയ ഗാനം. ഞങ്ങളുടെ നാട്ടിൽ CPMന്റെ സമ്മേളനം നടന്നപ്പോൾ സ്വാഭാവികമായി ലീഗാരെന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കുറച്ച് അങ്ങനെ നമ്മളെ പറ്റി പറയുന്ന കുറച്ച് വിവരം കുറവാണെന്നൊക്കെയാണല്ലോ നമ്മളെ പറ്റിയുള്ള ധാരണ. തന്നെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഇതിപ്പോ നമ്മളെ പറ്റിയാണല്ലോ ഈ പാടുന്നത്. പള്ളിയല്ല പണിയണം പള്ളിക്കൂടം. CPM ഉണ്ടാക്കിയൊരു പള്ളിക്കൂടം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. സർക്കാർ ഉണ്ടാക്കിയതുണ്ടാവും. CPM ഉണ്ടാക്കിയൊരു പള്ളിക്കൂടം, മുസ്ലിം ലീഗ് ഉണ്ടാക്കിയൊരു പള്ളിക്കൂടം, ഒന്നല്ല പള്ളിക്കൂടം. അതിലൊന്നാണ് ഫറൂഖ് കോളേജ്. പുളിയാളി അബ്ദുള്ള ഹാജി അതിന്റെ ആധാരത്തിൽ എഴുതി വെച്ചത് എന്റെ സമുദായത്തിനും എന്റെ പരലോക ഗുണത്തിനും വേണ്ടി എന്റെ 25 ഏക്കർ ഭൂമി ഞാൻ വഖഫ് ചെയ്യുന്നതാണ്. സീതി സാഹിബിന്റെ എങ്ങനെ അതിന്റെ തുടക്കം? സീതി സാഹിബ് MLA ഹോസ്റ്റലിൽ ഉറങ്ങാണ്, വാതിൽ മുട്ടി. കോളേജുകൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ MLA ഹൈദ്രോസ് വക്കീലിന്റെ റൂമിൽ പോവാണ്. കോളേജ് അനുവദിക്കുന്നു, നമുക്ക് ശ്രമിച്ചാലോ? ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെ രാവിലെ യോഗം വിളിക്കുന്നു. എവിടെ? NV മൂസ സാഹിബിന്റെ വീട്ടിൽ. മൂസ സാഹിബ് തലശ്ശേരിക്കാരനാണ്, മദ്രാസിലെ കച്ചവടക്കാരനാണ്. മൂപ്പര് വീട്ടിൽ യോഗം വിളിച്ചു. കായികമില്ലത്ത് കൂടിയെത്തി. നമുക്ക് കോളേജ് വേണം. ഒരു കോളേജല്ല, 14 കോളേജിന് അപേക്ഷിക്കാം. നമ്മൾ ഒരു കോളേജിന്റെ കഥ അറിയുള്ളൂ. 14 കോളേജിന് അപേക്ഷിക്കാം. അബുസബ അഹമ്മദ് അലി സാഹിബിനോട് ആധാരവുമായി വണ്ടി കയറാൻ പറയുന്നു. അപേക്ഷിച്ച് നാട്ടിൽ 1 ലക്ഷം രൂപ വേണം. ലീഗിന്റെ ഫണ്ടിൽ പണമാണ്. 1952 ഇന്ത്യയിൽ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പാണ്. ഈ ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിൽ മലബാറിൽ കോൺഗ്രസ് 4 സീറ്റും മുസ്ലിം ലീഗ് 5 സീറ്റിലാണ് ജയിച്ചത്. മുസ്ലിം ലീഗ് ജയിച്ചത് മലപ്പുറത്ത് സീതി സാഹിബ് M ചടയൻ, കോട്ടയം അഹമ്മദ്
തിരൂരിൽ കെ ഒഫീസായി, പെരിന്തൽമണ്ണ KK മുഹമ്മദ് ഷാഫി, 5 പേർ. ഈ 5 പേരും ജയിച്ചത് അത്ഭുതമാണെന്ന് പറയാറുണ്ട്. കാരണം ലീഗിന് പ്രവർത്തിക്കാൻ ഫണ്ടുണ്ടായിരുന്നില്ല. 1952 ഇലക്ഷനിൽ ലീഗിൽ പ്രവർത്തിക്കാൻ ഫണ്ടില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഫറൂഖ് കോളേജിന് പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വൈഫിനോട് ഒരു പാടം എന്താ ഒരു 25,000 ഇല്ല. ഏത് കാലത്ത് 25,000? നമ്മുടെ വല്യാപ്പമാർ പൊതച്ചുറങ്ങാൻ പൊതപ്പില്ലാത്തതിനാൽ ചാക്കു പൊതിച്ചുറങ്ങിയിരുന്നു. കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തതിനാൽ മരച്ചീനി കഴിച്ചിരുന്ന കാലത്ത് പാടത്തും പറമ്പിലും പണിയെടുത്തുണ്ടാക്കിയ കാലണയും മുക്കാലണയും ചേർത്ത് വെച്ച ലീഗിന്റെ ഫണ്ടിലെ 25,000 രൂപ. ആ പൈസ എടുത്തിട്ടാണ് മുസ്ലിം ലീഗിന് സ്വന്തമായി ഉണ്ടായിരുന്ന കാറ്. നേതാക്കന്മാർ നടന്നുപോയി പ്രസംഗിച്ചിരുന്ന കാലമുണ്ട്. നടന്നുപോയി പ്രസംഗിച്ചിരുന്ന കാലം. ആ പ്രസംഗിച്ചിരുന്ന കാലത്ത് ലീഗിന്റെ സ്വന്തമായി ഉണ്ടായിരുന്ന കാറ് വിറ്റു. മലബാറിൽ നിന്ന് ആകെ 7 കാറുണ്ട്. അതിലൊരു കാറ് ലീഗിന്റെ കാറ് വിറ്റു. സീതി സാഹിബിന്റെ ഉപ്പയുടെ അനിയത്തിയുടെ ഭർത്താവ് മണപ്പാട്ട് അബ്ദുൽ ഹാജിയുടെ 103 ഏക്കർ മുണ്ടാറ്, 25 ഏക്കർ മുനമ്പം എസ്റ്റേറ്റ് സീതി സാഹിബിന്റെ പിതാവ് മക്കൾക്ക് കൊടുക്കേണ്ട സ്വത്ത് ആ ലജ്നത്തുൽ ഹമദാനിയ എന്ന് പറഞ്ഞ എഴുതി കൊടുത്ത മുഴുവൻ സ്വത്തും കണ്ടെത്തിയിട്ടാണ് ഈ ഫറൂഖ് കോളേജ്. ഈ കോളേജിന്റെ ഈ ചുമരുകളെ നക്കി നോക്കിയാൽ ഒരു രക്തം പൊടിയും. അത് മുസ്ലിം ലീഗിന്റെ രക്തമാണ്. ലോക ചരിത്രത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയ ഒരു കോളേജ്. ലീഗിന് 5 MLA ഉണ്ടായിരുന്നു. ഈ 5 MLA പ്രബലൻ ഉപ്പി സാഹിബാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമീമാംസകൻ. മിസ്റ്റർ ഉപ്പി, നിങ്ങൾ എന്റെ മന്ത്രിസഭയിൽ അംഗമാകൂ. ഉപ്പി സാഹിബ് ആരെ തോൽപ്പിച്ചാ ജയിച്ചെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കീഴടത്ത് ദാമോദരൻ എന്ന പാട്ടബാക്കി നാടകം എഴുതിയ കീഴടത്ത് തോൽപ്പിച്ച ഈ കണ്ണൂരിലെ കോട്ടാൽ ഉപ്പി സാഹിബ്, കണ്ണൂരിലെ കോട്ടയത്തെ കോട്ടാൽ ഉപ്പി സാഹിബ്. നിയമസഭയിൽ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോ ആർച്ച് ബാൻസ്റ്റൈൻ എന്ന് പറയുന്ന സ്പീക്കർ ഈ ഉപ്പി സാഹിബ് ഒരു ക്ലാസ് പഠിച്ചാളാണ്. ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മളെ നാട്ടിൽ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമത്തിന്റെ മുമ്പുള്ള ബില്ലാണ് കുടിയാൻ ബിൽ. ആ കുടിയാൻ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുമ്പോ ഈ ബില്ലിനെ ഞാൻ അനുകൂലിക്കുന്നു. സ്പീക്കർ പറഞ്ഞു, ഉപ്പി മിണ്ടിപ്പോകരുത്. നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിച്ചാൽ നിങ്ങളെ കോട്ടയത്തെ, തലശ്ശേരിയിലെ കോട്ടയത്തെ കോട്ടാൽ 175 ഏക്കർ സ്വത്ത് പോലെ എന്നാണ്. അപ്പോ ഉപ്പി സാഹിബിന്റെ ഒരു മറുപടി ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് മൈ കോൺസ്റ്റിറ്റ്യുവൻസി സാർ. തലശ്ശേരി എന്ന നിയമസഭാ മണ്ഡലമല്ല, കോട്ടാൽ എന്ന നിയമസഭാ മണ്ഡലമല്ല. എന്റെ പാർട്ടി പറഞ്ഞത് ഈ ബില്ലിനെ അനുകൂലിക്കാനാണ്. അതുകൊണ്ടാണ് ഈ ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയത്. അതിന്റെ തുടക്കട്ടത് ലീഗ് പിന്തുണച്ച, ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കട്ടത് ലീഗാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒതന്റിക് രേഖകൾ നമ്മുടെ കയ്യിൽ. ഞാൻ പറഞ്ഞ അതിലേക്ക് പോലെ ആ ഉപ്പി സാഹിബ് പറഞ്ഞതാ, നിങ്ങളെ മന്ത്രിയാക്കാം. എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട, ഞങ്ങൾ പിന്തുണക്കുന്നു. ഞങ്ങൾക്ക് ചിലത് തരണം. 1 കുറ്റിപ്പുറത്തൊരു പാലം, 2 കോഴിക്കോട്ടൊരു മെഡിക്കൽ കോളേജ്, 3 ഞങ്ങൾക്ക് 13 കോളേജ് വേണം. 1 ഫറൂഖ് കോളേജ്, 1 കോളേജ്, 1 മദ്രാസിലെ ന്യൂ കോളേജ്, 1 ജമാൽ മുഹിദ്ദീൻ കോളേജ്. ഇങ്ങനെ തുടങ്ങുന്ന 13 കോളേജുകൾ. അതിലൊന്നാണ് ഫറൂഖ് കോളേജ്. ഞാൻ പറഞ്ഞത് ഒരു ഭരണത്തിന് പകരം ഒരു കോളേജ്, ഒരു പാർട്ടി. എന്നിട്ട് ആ മനുഷ്യന്മാരോടാണ് പള്ളിക്കൂടം ഉണ്ടാക്കുന്ന കഥ പറയുന്നത്. കാറിൽ സഞ്ചരിക്കുകയാണ് സീരീസ് ആയിട്ട്. നിങ്ങൾ എല്ലാ തരത്തിലും സ്പീക്കർമാരുടെ കാറ് പോകുമ്പോൾ ഈ മുസ്ലിം ലീഗുകാർ കേരള നിയമസഭയുടെ സ്പീക്കറുടെ കാർ നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ ആലോചിക്കണം. ഒരു മനുഷ്യൻ 1961 മുതൽ 62 മരിക്കും വരെ കേരള നിയമസഭാ സ്പീക്കറായ മനുഷ്യൻ ജി കാർത്തികേയന് മുമ്പിൽ ഒരു കേരള നിയമസഭാ സ്പീക്കറെ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നത്. ഗൺമാൻ മെല്ലെ കാറിൽ നിന്നിറങ്ങിയിട്ട് ആ കുട്ടിയോട് പോയി ചോദിച്ചു, മോൾ എവിടേക്കാണ് പോകുന്നത്? ആ കുട്ടി പറഞ്ഞു, ഞാൻ സ്കൂളിലേക്കാണ് പോകുന്നത്. സീരി സാഹിബ് സഹിക്കാൻ പറ്റില്ല. ഓടിപ്പോയിട്ട് ആ പൊൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ എടുത്തിട്ട് ആ കുട്ടിയുടെ കവറിനകത്ത് വെച്ച് കൊടുത്തിട്ട്, മോള് വലുതായാൽ പഠിപ്പിക്കണം, മോള് നന്നായി പഠിക്കണം, മോള് നന്നായി പഠിക്കണം.
കാറിലേക്ക് പോയിരുന്ന് തലചായ്ച്ച് കിടക്കുക. മലബാറിൽ അന്നൊരു റിപ്പോർട്ടുണ്ട്, 2000 മുസ്ലിം കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്നത്, അതിൽ 16 പെൺകുട്ടികൾ മാത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒരു ഉമ്മയോട് ചോദിച്ചത്, ഇന്നലെ ചോദിച്ചത്. അഭിനന്ദനായ സീതി സാഹിബ് കാറിൽ ചാഞ്ഞിരുന്ന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ കാണിക്കാം. എടോ, എന്റെ മനസ്സിനല്ല പ്രശ്നം, എനിക്ക് എന്റെ ശരീരത്തിനല്ല പ്രശ്നം, എനിക്ക് ോ എന്റെ സമുദായത്തിലെ പെൺകുട്ടികൾ കൂട്ടം കൂട്ടമായി പുസ്തക സഞ്ചിയും നടന്നു. സാഹിബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ ഫറൂഖ് കോളേജ് ഉണ്ടാക്കുമ്പോ അതിന്റെ 130 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു കോളേജ് CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കുമ്പോ അതിന്റെ 30 കൊല്ലം മുന്നേ 1938 തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. 30 കൊല്ലവും 130 കൊല്ലവും പിറകിലായി പോയ നമ്മളെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ RC ഓണർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സീരീസ് ഷുഗർ അടിച്ച് 56 വയസ്സാവുമ്പോഴേക്ക് ഒരു വൃദ്ധനായി മാറിയ ഒരു മനുഷ്യനനുസരിച്ച് ലീഗിൽ നിന്ന് പോയ ആബു സാഹിബിനോട് CH അവസാന നാളിൽ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആബു, ഞാനൊരു സഞ്ചരിക്കുന്ന മയ്യത്താണ്, നീ ലീഗിലേക്ക് തന്നെ തിരികെ വരണം. CH, ഞാൻ ഇനി വന്നാൽ ആരറിയും? ആബു സാഹിബിന്റെ പോയി, സഞ്ചരിക്കുന്ന മയ്യത്താണെന്ന് പറഞ്ഞു. നിങ്ങൾ വന്നാൽ നിങ്ങളെ ചരിത്രം അറിയും എന്നാണ് CHന്റെ മറുപടി. ആബു സാഹിബ് ലീഗായി. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മളൊക്കെ ചിലർ പറയും ഇത് ഗൾഫ് വന്നതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് പറയുന്ന ആളുകളാണ്. ഗൾഫ് വലിയ ഘടകമാണ്. ആ കാണുന്നതാണ് ദുബായ് ചാടിക്കോ എന്ന് പറയുന്ന ബോർഫുഖാൻ കാണിച്ചെന്നിട്ട് ചാടാൻ പറയുന്നതിന് 30 കൊല്ലം മുമ്പത്തെ കഥയാണ് ഞാൻ പറഞ്ഞത്. CH മുഴുവൻ സമുദായത്തിന് വേണ്ടി ജീവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, CHനെ നമ്മൾ കൊന്നതാണെന്ന് പറയാം. സാവാൻകുട്ടി സാഹിബ് MLA ഹോസ്റ്റലിൽ റൂമിൽ കയറി. സാവാൻകുട്ടി സാഹിബിന്റെ മന്ത്രിയുടെ റൂമിലേക്ക് ചെല്ലാണ് എന്നോട് പറഞ്ഞത്. മന്ത്രിയുടെ വസതിയിൽ ഓടിയെത്തി, ലൈറ്റൊക്കെ ഇട്ട് ഫയലുകളുടെ നടുവിലിരിക്കുകയാണ് CH. സാവാൻകുട്ടി സാഹിബ് ചെന്നിട്ട് പറഞ്ഞു, എന്ത് പണിയാണ് ഇങ്ങനെ കാണിക്കുന്നത്? നോമ്പ് നിങ്ങളൊന്ന് ഉറങ്ങി, അത്താഴം ഈ ഉറക്കൊഴിച്ച് തടി കേടാക്കല്ലേ, നിങ്ങളുടെ സമുദായത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ CH കൂടിയുണ്ട്, ഇത് വഖഫ് ബോർഡുമായി വന്ന കുറച്ച് ഫയലാണ്. ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞത്, ഇതെന്റെ സമുദായമാണ്, ഇതെന്റെ സമുദായമാണ്. ഈ ഫയൽ നോക്കി തീർത്ത് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പാസ്സാക്കി എടുക്കേണ്ടതാണ്. ഇത് നോക്കി തീരുന്നില്ല, അതിനു മുമ്പിൽ എന്റെ ഉറപ്പൊന്നും പ്രശ്നമല്ല, നീ ഇരിക്കും എന്ന് പറഞ്ഞ് ആ ഫയൽ നോക്കുന്നതിനൊരു പേപ്പർ ചന്ദ്രികയിലെടുക്കുള്ള ലേഖനം. താൻ വളർത്തി വലുതാക്കിയ മൂത്ത മോൻ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ കൊടുന്ന് കിടത്തിയാൽ അനുഭവിക്കുമ്പോൾ ആ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാവുന്ന വിഷമാണ് ലോകത്തെ ഏറ്റവും വലിയ വിഷമം. പുത്രദുഃഖ ധീരെ ധീരെ എന്നാണ് സംസ്കൃതത്തിൽ അതിലൂടെ. CHന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് കുറച്ചു. CH 56 വയസ്സിൽ മയ്യത്തായി. CHന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഉമ്മ പറഞ്ഞത്, 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് പഠിക്കാനുള്ള പൈസ ഇല്ലാത്തൊരു കുട്ടി, അടുത്തിരിക്കുന്ന കുട്ടി പറയാണ്, എന്റെ ഏട്ടൻ കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവൻ അവിടെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവന്റെ മാഷുണ്ട്, മുപ്പര് പറഞ്ഞിട്ടുണ്ട് 10ാം ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ള 14 കുട്ടികൾക്ക് ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന കൊയിലാണ്ടിയിലെ മുസ്ലിം ലീഗ് നേതാവ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഞാൻ നാളെ അതിന് പോകുന്നുണ്ട്, ഇതിന്റെ കൂടെ വരണം. വീട്ടിൽ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് സമ്മതിക്കൂല, അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ വരാം വീട്ടിൽ പറയാതെ. കുറച്ച് കുട്ടികൾ സൈക്കിളിൽ പോകണം, പഠിക്കാൻ നല്ല പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്, ഞാൻ പഠിക്കാനുള്ള ഫീസ് തരാം, വാങ്ങിച്ചരാം, പക്ഷെ താമസം എനിക്ക് തരാൻ കഴിയില്ല. ഞാൻ ഇവിടുത്തെ കുറച്ച് മുതലാളിമാരോട് പറഞ്ഞ് അവരുടെ വീട്ടിൽ താമസം ഒരുക്കാം, അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കണം എന്നാണ്. അവിടെ താമസം കിട്ടും. ആരാന്റെ വീട്ടിൽ ഉറങ്ങിയിട്ട്
ആരാന്റെ കുട്ടിയാക്കി ട്യൂഷൻ എടുത്തിട്ടാണ് CH കൊയിലാണ്ടിയിൽ ജീവിച്ചത്. കൊയിലാണ്ടിയിലെ മാണിക്യം വീട്ടിൽ. ആ വീട്ടിൽ CH താമസിച്ച് പഠിക്കാൻ അതുകൊണ്ട് പോയി ചേർന്നതാണ്. വാപ്പ മുറ്റത്തേക്കങ്ങിറങ്ങി പറമ്പിൽ നിന്നൊരു വടിയുണ്ടെടുത്തിട്ട് മകനെ വലിച്ചിട്ടിട്ട് പൊതിര കിടത്ത്. എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് ആരാണ് ശീലക്കുട വാങ്ങിച്ചു തരിക? വാപ്പ, ഞാൻ ഓലക്കുട ചൂടി സ്കൂളിലേക്ക് പോയിക്കൊള്ളാം, ശീലക്കുട വാങ്ങാൻ പണം. നിനക്ക് ആരാണ് പുസ്തകം വാങ്ങിച്ചു തരാ? പുസ്തകം വാങ്ങിച്ചു തന്നിട്ടുണ്ട് വാപ്പയ്ക്ക് തങ്ങൾ. ഒടുക്ക ഉമ്മ വന്നിട്ട് വടി പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എൻ്റെ കുട്ടീനെ തല്ലരുത്. അവനൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഒരു കൊല്ലം കൂടി പഠിച്ചോട്ടെ. എടി, ഈ കുടുംബത്തിൽ കൊണ്ടുവരേണ്ട കാലത്ത്, പണിയെടുത്ത് ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തേണ്ട കാലത്ത് അവനോട് ആര് പറഞ്ഞടി സ്കൂളിൽ ചേരാൻ എന്ന് പറഞ്ഞ് വീണ്ടും തല്ലാൻ ഓങ്ങുന്ന വാപ്പ മകനോട് ദൂരെ പറയാൻ, പോയി പറയാൻ, ഓടി പറയാൻ പറയുന്ന ഉമ്മ. ആ കുട്ടിയാണ് പഠിച്ചത്. കൊയിലാണ്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് MSFന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയത്. കൊയിലാണ്ടി സ്കൂളിൽ കഴിഞ്ഞ് സാമൂതിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത് MSFന്റെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയത്. MSFന്റെ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിം ലീഡർ, ഞാൻ നേരത്തെ പറഞ്ഞ നവാബ് സദാ ലിയാഖത്ത് അലി ഖാൻ കോഴിക്കോട് വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ് MSFന്റെ അന്നത്തെ പ്രസിഡന്റ് കോയ സംസാരിച്ചോട്ടെ. കോയ നല്ല ഒഴുക്കിൽ സംസാരിക്കുന്ന ആളല്ലേ. CH മുഹമ്മദ് കോയ ലിയാഖത്ത് അലി ഖാൻ അനുമോദിച്ചുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് ലിയാഖത്ത് സാഹിബിനോടും ബാഫയ്ക്ക് തങ്ങളോടും ചോദിച്ചു, അത്രേ, ഇവനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ, അലീഗറിലൊക്കെ ചേർത്ത് പഠിപ്പിച്ചോളാം. സത്താർ സെട്ടു തരൂല്ലതിനെ, ഞങ്ങളൊരു അസെറ്റാണ്. ബാഫയ്ക്ക് തങ്ങളെ കോയ നമ്മൾ കരുതുന്ന ആളല്ല കേട്ടോ. അവന് ദാരിദ്ര്യമാണ്, പാവാണ്. അവന് സാമൂതിരി കോളേജിൽ പഠിക്കുന്നതോടൊപ്പം നമ്മളൊരു കുട്ടിയാക്കി വളർത്തിക്കൊണ്ടുവരണം. അതിനു വേണ്ടി അവന് ലീഗ് ഓഫീസ് ഉണ്ടല്ലോ, അവിടുത്തെ സെക്രട്ടറി പണി നമ്മൾ കൊടുത്താലോ? നിങ്ങൾ പറഞ്ഞത് നമുക്ക് ആലോചിക്കാം എന്നാണ് ബാപ്പയ്ക്ക് തങ്ങൾ. 1946 സത്താർ സെട്ടു സാഹിബിനെ ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് രണ്ടാമത് മത്സരിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപന മീറ്റിംഗ് വരികയാണ്. ആ മീറ്റിംഗിലേക്ക് CH നാട്ടിലേക്ക് വരികയാണ്, സാമൂതിരി കോളേജ്. അപ്പൊ വാപ്പയും ചങ്ങായിമാരൊക്കെ വാപ്പ ചോദിച്ചു, വീട്ടിൽ വരികയാണോ? ആ, തോണി ഇറങ്ങിയിട്ട് വരണോ? നീ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ തന്നെ ഉണ്ടാവണം, ഞാൻ ഒരു പരിപാടിക്ക് പോവാണ് കൊയിലാണ്ടിക്ക്, ഉമ്മാൻ്റെ അടുത്ത് ഉണ്ടാവണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. വാപ്പ കൊയിലാണ്ടിയിൽ പരിപാടിക്ക് പോയി. കൊയിലാണ്ടിയിൽ അന്ന് വലിയ സമ്മേളനമാണ്, ബാഫയ്ക്ക് തങ്ങളുടെ നാട്ടിലാണ് നടക്കുന്നത്. അവിടെയാണ് ആ കോട്ടും തലയെക്കെട്ടൊക്കെ കെട്ടിങ്ങനെ നിന്നാൽ ബാഫയ്ക്ക് തങ്ങളല്ലാതെ വേറെ ആരും കാണൂല. ഇന്ത്യയാണ് ഇന്ദിര, ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്ന കാലമുണ്ട്. ആ കാലത്ത് എറണാകുളം റെസ്റ്റ് ഹൗസിൽ ഇന്ദിരാഗാന്ധിയും ബാഫയ്ക്ക് തങ്ങളും തമ്മിൽ ചർച്ച നടത്തിയിട്ട് ബാഫയ്ക്ക് തങ്ങൾ പുറത്തേക്ക് കാറ് കയറാൻ പോകുമ്പോൾ ഇന്ദിരാഗാന്ധി പിന്നാലെ പോയി. ഇന്ദിരാഗാന്ധി പിന്നാലെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ അടുത്ത് പോയി ടാറ്റ പറഞ്ഞു. ബാഫയ്ക്ക് തങ്ങൾ പോയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചു, മേഡം, ആ പോയതൊരു പഞ്ചായത്ത് മെമ്പർ പോലല്ല, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഇത് പ്രോട്ടോകോൾ ലംഘനമല്ലേ? ഇവിടെയൊക്കെ ആ മനുഷ്യനെ കണ്ടപ്പോൾ അതിൽ കുറച്ച് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പാർലമെന്റ് മന്ദിരം കാണിക്കാൻ ബാഫയ്ക്ക് തങ്ങളെ കൊണ്ടുപോയി. MP-മാരല്ലാത്തവർക്ക് അകത്ത് കയറണമെങ്കിൽ ഒരു ഫോം പൂരിപ്പിക്കണം. ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ഇസ്മായിൽ സാഹിബ് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ബാഫയ്ക്ക് തങ്ങൾ അവിടെ ഇരിക്കി, ഞാൻ ഈ ഫോം ഒന്ന് പൂരിപ്പിക്കാറില്ലാത്തവർ അകത്ത് കയറണമെങ്കിൽ ഇത് പൂരിപ്പിക്കണം. കായികമില്ലത്ത് ഫോം പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഫോം പൂരിപ്പിക്കുമ്പോൾ ബാഫയ്ക്ക് തങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുന്നുണ്ട്. ഫോം പൂരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തങ്ങളെ കാണാഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് ചോദിച്ച് ഇസ്മായിൽ സാഹിബ് ചോദിച്ചു, ഇവിടെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരാളെ നിന്നിരുന്നു, ഓരോടെ ഞങ്ങൾ അകത്തേക്ക് ഒന്നല്ലേ ഞാൻ പൂരിപ്പിക്കുന്നത്, ഞങ്ങളുടെ രാജാവ് പോയി എന്ന് പറഞ്ഞു. ബാഫയ്ക്ക് തങ്ങളുടെ പ്രൗഢി ബാഫയ്ക്ക് തങ്ങളെ ആ മനുഷ്യൻ്റെ ഒരു വലിയ പ്രൗഢിയുണ്ട്. ഈ മംഗലാപുരത്തുനിന്നാണ് ബാഫയ്ക്ക് തങ്ങൾ 23ാമത്തെ ഹജ്ജിന് ഈ കാസർകോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ നാട്ടുകാർ ബാഫയ്ക്ക് തങ്ങളെ യാത്രയാക്കി. കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ ഡോക്ടർ രാമചന്ദ്രൻ ബാഫയ്ക്ക് തങ്ങളുടെ ഡോക്ടറാണ്. തങ്ങൾ ഹജ്ജിന് പോകരുത്, ആരോഗ്യസ്ഥിതി മോശമാണ്. രാമചന്ദ്ര ഹജ്ജിന് പോയി അവിടുന്ന് മരിച്ചാൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഹജ്ജും ചെയ്ത കൂലിയാണ്.
മൊയ്തുട്ടി ഹാജി എന്ന് പറയുന്ന ബാഫയ്ക്ക് തങ്ങളുടെ കൂടെ അന്ന് ഹജ്ജ് നിർവഹിച്ചൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ഹജ്ജിന്റെ അന്ന് അത്ര മുസ്ലിങ്ങൾ കൊണ്ട് വേറെ സമ്മേളനമല്ലല്ലോ. ആ ഹജ്ജിന്റെ അന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ സമയത്താണ് ബാഫയ്ക്ക് തങ്ങൾ മരിക്കുന്നത്. ബാഫയ്ക്ക് തങ്ങളുടെ ജനാസ കഅബാലയത്തിന് മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് വന്ന മുഴുവൻ മനുഷ്യരും ആ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഖദീജാബിയുടെ കാഴ്ചവട്ടിൽ ഉറങ്ങുന്ന ബാഫയ്ക്ക് തങ്ങൾ. നമ്മുടെ നാട്ടിൽ സ്കൂളുകളിൽ നിന്ന് മതപഠനം ഒഴിവാക്കിയ കാലത്ത് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ വീട്ടിലിരുന്ന ഒരു യോഗത്തിൽ വെച്ച് നമ്മുടെ നാട്ടിൽ മദ്രസ പ്രസ്ഥാനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് ബാഫയ്ക്ക് തങ്ങളുടെ പോക്കറ്റിൽ നിന്നെടുത്ത 100 രൂപയാണ് നമ്മുടെ നാട്ടിലെ മദ്രസ പ്രസ്ഥാനത്തിന്റെ മൂലധനം. 15,000-ത്തിലധികം വ്യാപിച്ചു കിടക്കുന്ന മദ്രസകളുണ്ടല്ലോ. ആ മദ്രസകളിൽ രാവിലെ ചൊല്ലുന്ന ഫാത്തിഹയും മദ്രസ കുടുംബം ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അതിന്റെ പുണ്യം മുഴുവൻ പകർന്നൊഴുകുന്നത് ബാഫയ്ക്ക് തങ്ങളുടെ ഹദ്റത്തിലേക്കാണ്. ഒരു മനുഷ്യനൊരു പുണ്യം ചെയ്താൽ ആ പുണ്യം നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ ആ ബർക്കത്ത് ആ ബാഫയ്ക്ക് തങ്ങളാണ് യോഗത്തിലേക്ക് നടന്നു വരുന്നത്. എല്ലാവരും എണീറ്റ് സ്റ്റേജിന്റെ സമീപത്തിലും സ്റ്റേജിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ എല്ലാ മനുഷ്യരും ഇരുന്നു. ബാഫയ്ക്ക് തങ്ങളെന്ന് CH പിതാവിന് വല്ലാത്തൊരാഗ്രഹം. എന്റെ മകനൊക്കെ പഠിപ്പിച്ചൊരു മനുഷ്യനല്ലേ, മുസ്ലിം ലീഗിന്റെ കൺകണ്ട നേതാവാണ്. CH ഒപ്പുള്ള ആളോട് CH വാപ്പ പറഞ്ഞു, എനിക്ക് തങ്ങളുടെ അടുത്തൊന്ന് മുസാഫത്ത് ചെയ്ത് കൊള്ളാം. ഈ മനുഷ്യരെല്ലാവരും കൂടി തങ്ങളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈ കൊടുക്കുക. ആലി മുസ്ലിയാർ എന്ന സാധുവായി മനുഷ്യൻ കൈ കൊടുക്കുമ്പോൾ ഉൾപ്പുള്ള നിങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന കോയ എന്ന് പറയുന്ന MSFലെ കുട്ടിയില്ലേ, അവന്റെ വാപ്പയാണ്. ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളെന്ന ഇസ്സത്തിന്റെ ഉടലാർന്ന രൂപം, സാധുവായ പാമരനായ ആരാരും അറിയാത്ത കോയോട്ടി എന്ന് വിളിക്കുന്ന ആലി മുസ്ലിയാരുടെ മുമ്പിൽ അങ്ങേണി. അറക്കൽ അബ്ദുറഹ്മാൻ അലി രാജ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. നേരെ വന്നിട്ട് ഈ സാധുവായ മനുഷ്യന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, കോയയുടെ വാപ്പയാണല്ലേ? സത്താർ ചോട്ടു സാഹിബേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോയല്ലേ അവന്റെ വാപ്പയാണ്. ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ്. ഉപ്പി സാഹിബും പോക്കർ സാഹിബും കൗതുകത്തോടെ ഈ മനുഷ്യന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുകയാണ്. ബാഫയ്ക്ക് തങ്ങൾ ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ആലി മുസ്ലിയാരെ, നിങ്ങൾ പുണ്യം ചെയ്ത പിതാവാണ്. മകനെ സ്കൂൾക്ക് പോകുമ്പോ തല്ലിയ വാപ്പയോടാണ് ഈ പറഞ്ഞത്. നമ്മുടെ കോയ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നേതാവായി മാറാനുള്ള കുട്ടിയാണ്. നിങ്ങൾ അല്ലാഹു വല്ലാതെ അനുഗ്രഹിച്ചിരിക്കുന്നു. കൂടെയുള്ള ആളോട് പറഞ്ഞു, ഞാനിനി പരിപാടി കാണാൻ നിൽക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. വീട്ടിൽ ഓടാണോ നടക്കുകയാണോ എന്നറിയില്ല. ഉമ്മയും മക്കളും കഞ്ഞി കുടിക്കുന്നിടത്തേക്ക് ഓടി വന്ന് മകനെ ചേർത്ത് നിർത്തി ആഞ്ഞാഞ്ഞ് ചുംബിച്ചിട്ടും അപ്പാനോട് പൊരുത്തപ്പെടണം മോനെ, എന്താണ് നിങ്ങൾ കുട്ടിനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്നൊരു സംഭവം ഉണ്ടായടി. അപ്പുറത്തോലെ ചെരുവി ചേർത്ത് നിൽക്കുകയാണ് ഈ കുട്ടി. ഉപ്പ ഉമ്മാനോട് എന്താ പറയുന്നത്? എടി, നമ്മുടെ മോൻ ചില്ലറക്കാരനല്ല, ബാപ്പയ്ക്ക് തങ്ങളും അറക്കല രാജാവുകാരെന്ന് പറയുന്നവർക്ക്. ആ മനുഷ്യരെല്ലാവരും സാധുവായി എന്റെ മുമ്പിൽ എണീറ്റ് നിന്നടി. എന്റെ പേരെന്താണ്? നിങ്ങളുടെ പേര് കോയോട്ടി. എന്റെ പേരെന്താണ്? ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാർ കോയ. ഞാനിനി കോയയുടെ വാപ്പയാണെന്ന് പറയുമ്പോ അപ്പുറത്തെ ഓലച്ചെരുവിൽ മുഖം ചേർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞ കുട്ടിയാണ്. 6 വയസ്സുള്ളപ്പോ ഒരു പത്രത്തിന്റെ പത്രാധിപ സമിതി അംഗമായത്. 20 വയസ്സുള്ളപ്പോ കോഴിക്കോട്ടെ കൗൺസിലറായത്. 22 വയസ്സുള്ളപ്പോ കോഴിക്കോട്ടെ കുത്തക മുതലാളി അപ്പക്കോയെ പരാജയപ്പെടുത്തി 68 വോട്ടിന് പരാജയപ്പെടുത്തി കോഴിക്കോട്ടെ കൗൺസിലിലേക്ക് രണ്ടാമതും ജയിച്ചത്. 7 വയസ്സ് മാത്രമുള്ളപ്പോ കേരളത്തിന്റെ പ്രഥമ നിയമസഭയിൽ, നിങ്ങളുടെ ഇവിടുന്ന് ഷംനാർ സാഹിബിനോടൊപ്പം കേരളത്തിന്റെ പ്രഥമ നിയമസഭയിൽ MLA ആയത്. 33 വയസ്സിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായത്. ഇതുവരെയുള്ള ചരിത്രത്തിലെ സ്പീക്കറായി സിരി സാഹിബ് മരണപ്പെട്ടപ്പോ CH സ്പീക്കറാക്കാൻ യോഗം നടന്നു. ലീഗിന്റെ സ്പീക്കറായാൽ മതി, കോൺഗ്രസിന്റെ ഡിമാൻഡ്. ലീഗിന്റെ യോഗം വിളിച്ച് തീരുമാനം അറിയിച്ചു. എന്താ നിങ്ങളൊക്കെ അഭിപ്രായം? CH ഡീറ്റ് എന്നിട്ട് പറഞ്ഞു, ലീഗിന്ന് രാജിവെച്ചിട്ട് സ്പീക്കറാവാത്തത് അപമാനം, അത് നമുക്ക് വേണ്ട, അങ്ങനെ പറ്റില്ല എന്നെ അഭിപ്രായം. സദസ് മുഴുവൻ അത് പറഞ്ഞു.
പരസ്പരം എന്തോ സംസാരിച്ചിട്ട് സ്റ്റേജിന്റെ പിറകെ പോയി. രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്തെ റൂമിൽ ഇസ്തിഹാറത്തിന് തീരുമാനമെടുക്കാൻ കഴിയാതെ നിസ്കാരം. ഇസ്തിഹാറത്തെ നിസ്കരിച്ചിരിക്കുന്ന ബാഫയ്ക്ക് തങ്ങളടുത്ത് പോയിട്ട് MV അബ്ദുസലാം മൗലവി ചോദിച്ചു, തങ്ങളെ എന്താണ് നമ്മൾ ചെയ്യുക? എല്ലാവരും എതിരാണല്ലോ, അവനെ ഏറ്റെടുക്കേണ്ടതാണല്ലോ. കോയ ഏറ്റെടുക്കണം, ലീഗ് അഭിപ്രായം അള്ളാഹുവിനെ തോന്നിപ്പിക്കണം. നേരെ MV കൈത ഭിന്നത്തിന്റെ അടുത്ത് പോയി ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, കൈത വഫീ തങ്ങൾ പറഞ്ഞത് പറയാതെ ചോദിച്ചു എന്തു ചെയ്യണം? എനിക്കും തോന്നുന്നത് ലീഗ് സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുന്നതാണ്. നേരെ രണ്ടാളും അങ്ങോട്ട് വന്നു, പ്രവർത്തക സമിതിക്ക് മുമ്പ് അങ്ങോട്ട് നിന്നു. ബാഫയ്ക്ക് തങ്ങൾ പറഞ്ഞു, ഇസ്മായിൽ സാഹിബ് പറഞ്ഞു മുസ്ലിം ലീഗ് സ്ഥാനം മെമ്പർ സ്ഥാനം എങ്കിലും കോയ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കും. സദസ്സിന് ഒരു സൂചി വീണാൽ കേൾക്കാത്ത നിശബ്ദതയും മനുഷ്യരും എണീറ്റ് നിന്നിട്ട് കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറായി കോയ സാഹിബ് സങ്കടത്തോടെ പ്രതിജ്ഞയും ലീഗിന് രാജിവെച്ചു. പാർട്ടി പറഞ്ഞത് 8 മാസം കഴിഞ്ഞു ദുർഗാപൂർ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് സ്പീക്കർ സ്ഥാനം രാജിവെക്കണമെന്ന് ഈ കോഴിക്കോട് ബാഫയ്ക്ക് തങ്ങൾ CH വിളിച്ചിട്ട് പറഞ്ഞു, കോയ ലീഗ് സ്പീക്കർ സ്ഥാനം എന്താണ് തീരുമാനം? തങ്ങളെ അങ്ങ് പറഞ്ഞ ഈ നിമിഷം ഞാൻ സ്പീക്കർ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥലത്തില്ലാത്തതിനാൽ നിയമസഭാ സെക്രട്ടറിക്ക് ഞാൻ രാജി കൊടുത്തിരിക്കുന്നു. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി SM ഷെരീഫ് സാഹിബ് പറഞ്ഞത് സ്പീക്കർ രാജിവെച്ചതിന് ശേഷം 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുറ്റിച്ചിറയിൽ ലീഗിന്റെ പൊതുയോഗം നടക്കുന്നു. ആ പൊതുയോഗത്തിലേക്ക് ഒരു മനുഷ്യൻ ലീഗിന്റെ ചന്ദ്രിക ദിനപത്രത്തിന്റെ റിപ്പോർട്ടർ ആലിക്കുഞ്ഞ് സാഹിബ് ഒരു പേപ്പറുമായി ഓടി വരുന്നു. അത് ലീഗിന്റെ സെക്രട്ടറി BV അബ്ദുള്ള കോയക്ക് കൊടുക്കുന്നു. BV അബ്ദുള്ള കോയ അതിങ്ങനെ വായിച്ചിട്ട് ബാഫയ്ക്ക് തങ്ങൾ കൊടുക്കുന്നു. ബാഫയ്ക്ക് തങ്ങൾ അതിന്റെ അടുത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്മായിൽ സാഹിബിന് കൊടുക്കുന്നു. ഇസ്മായിൽ സാഹിബ് ഇളകി മറിയുന്ന ലക്ഷങ്ങൾ ചേർന്ന വലിയ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഇതാ മുഹമ്മദ് കോയ എന്ന് പറയുന്ന നമ്മുടെ യുവ നേതാവ് സ്പീക്കർ സ്ഥാനം പിച്ചളപ്പിന് പോലെ പ്രഖ്യാപനം. സദസ് കരഘോഷം മുഴക്കി ഏറ്റെടുക്കുന്നു. സ്പീക്കർ സ്ഥാനം രാജിവെച്ച CH മുഹമ്മദ് കോയ കാറിനാണ് ഇങ്ങോട്ട് വന്നത്. കാറിൽ വരുന്ന സമയത്ത് കൊല്ലത്തെ എടവ എന്ന സ്ഥലമുണ്ട്, അവിടെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി റോഡിന്റെ സൈഡിൽ തടിച്ചുകൂടി CH കാത്തിക്കാണ്. രാജിവെച്ചു വരുന്ന സ്പീക്കർ ഇവരിലേക്ക് ഇറങ്ങി സ്റ്റേജിൽ കയറി. CH മുഹമ്മദ് കോയ ഒരു സിനിമ ഉണ്ടെങ്കിൽ ആ സിനിമയുടെ ആദ്യ CD പ്രസംഗമാവണം. CH പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരെ, ഞാൻ സഭയുടെ സ്പീക്കർ പദവി രാജിവെച്ചു വരികയാണ്. ഞാനൊരു വിങ്ങൽ അനുഭവിക്കുകയാണ്. ആ വിങ്ങൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് മലബാറിലെത്താനുള്ള ക്ഷമയില്ല. എനിക്കെന്റെ മാറ്റണം. എനിക്കെന്റെ വിങ്ങൽ ഒന്ന് മാറ്റണം. നിങ്ങൾ എന്റെ മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് CH വിളിക്കുമ്പോ സദസ് മുഴുവൻ കരഘോഷത്തോടെ ഏറ്റുവിളിക്കുന്നതാണ്. എന്താ വിങ്ങൽ എന്നറിയോ? മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് സദസ്സിന്റെ മുമ്പിൽ വിളിക്കാൻ കഴിയാത്ത വിങ്ങൽ. എനിക്ക് മലബാറിലെത്താൻ ക്ഷമയില്ലെന്ന് പറഞ്ഞ് വിളിച്ച CH 1962 കേരളത്തിൽ കോഴിക്കോട്ടെ പാർലമെന്റ് മണ്ഡലത്തിൽ MP ആകുന്നു. 1967 കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. ഞാൻ ചുരുക്കി പറയും, വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ നമ്മളെ നാട്ടിൽ മാപ്പിളാര് സ്കൂൾക്ക് വരുന്നില്ല. സ്കൂൾക്ക് പോകത്തതിന്റെ കാരണം വെള്ളിയാഴ്ച അവർ സ്കൂൾക്ക് പോവില്ല, റമദാൻ മാസം സ്കൂൾക്ക് പോവില്ല. അപ്പൊ CH മാപ്പിള സ്കൂൾ കൊണ്ടുവന്നു. അങ്ങനെയാണ് മാപ്പിളാര് സ്കൂൾ പോയത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയത്. 2 സ്ത്രീകൾ സ്കൂൾ പോവില്ല. കാരണം എന്താ? പട്ടിണിയാണ്, മടിയാണ്. ആധുനിക പെൺകുട്ടികൾ, എത്ര മുസ്ലിം പെൺകുട്ടികൾ സ്കൂൾ പോയാലും അവർക്ക് പൈസ കിട്ടും. സ്കൂളിൽ പോയ മുസ്ലിം പെൺകുട്ടികൾക്ക് പൈസ ലോക ചരിത്രത്തിൽ ഒരു വലിയ തീരുമാനം. സ്കോളർഷിപ്പ്, മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തോണ്ടാണ് നമ്മുടെ വലിയ അമ്മമാർ സ്കൂളിലേക്ക് പോയത്. CH വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ നമ്മുടെ നാട്ടിൽ ചുരുക്കം സ്കൂളുകളുണ്ടായിരുന്നു. CH വിദ്യാഭ്യാസ മന്ത്രി പദവി ഒഴിയുമ്പോൾ 100 ചില്ല സ്കൂളുകളുണ്ടായി. ചുരുക്കം കോളേജുകൾ. CH വിദ്യാഭ്യാസ മന്ത്രി പദവി ഒഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ 100 പിന്നെ 19 കോളേജുകൾ. CH വിദ്യാഭ്യാസ മന്ത്രി പദവിയിലേക്ക് വരുമ്പോ
യൂണിവേഴ്സിറ്റി CH വിദ്യാഭ്യാസ മന്ത്രി പദവി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ 2 യൂണിവേഴ്സിറ്റി. CH വിദ്യാഭ്യാസ മന്ത്രി പദവിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനൊരു പട്ടരയും CH വിദ്യാഭ്യാസ മമ്പാട് MES കോളേജിൽ അറബിക് അധ്യാപകനായ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ്. CH വിദ്യാഭ്യാസ മന്ത്രിയാവുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ MC വടകര പറഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹം പറയണത് അദ്ദേഹത്തിന്റെ നാട്ടിലൊരു ഡോക്ടറെ വന്നപ്പോഴേ ലീവാക്കിയിട്ട് ഡോക്ടറെ കാണാൻ പോയി. സ്കൂൾ ലീവ് എടുത്തിട്ട് ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് എന്തിന് ആനനെ കാണാൻ പോകുന്ന പോലെ ഡോക്ടറെ കാണാൻ, ഏത് ഡോക്ടർ? ഒരു മുസ്ലിം ഡോക്ടറെ കാണാൻ സ്കൂളിൽ ലീവാക്കി പോയ MC വടകര ഇന്നും ജീവിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്തെ മുസ്ലിം ഉദ്യോഗസ്ഥകൾ തലമറക്കൂലേ CH വിദ്യാഭ്യാസ മന്ത്രിയായി ആ മന്ത്രിസഭയിൽ കയറിയതിനു ശേഷം എന്ന് MC പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മാപ്പിളയാണെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഈ പാവപ്പെട്ട സമുദായത്തിന് ഞാനൊരു മാപ്പിളയാണ്, ഞാനൊരു ാണെന്ന് നെഞ്ചു വിരിച്ചു പറയാൻ ധൈര്യമുണ്ടാക്കിയെടുത്തത് മുസ്ലിം. അതാണ് ഈ അഭിമാനകരമായ അസ്തിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ അഭിമാനകരമായ അസ്തിത്വത്തിലേക്ക് പ്രഗത്ഭരായ ലീഡേഴ്സാണ്. എനിക്ക് പോകാനുള്ള ട്രെയിനിനും കൂടി സമയമായതുകൊണ്ട് ഞാൻ പൂക്കോയ തങ്ങളെ കൂടി പറഞ്ഞ അവസാന വാക്യം, പാണക്കാട്ട് പൂക്കോയ തങ്ങളെ പോലത്തെ വലിയ മനുഷ്യർ ആണ് ഇതുണ്ടാക്കിയത്. പാണക്കാട്ട് പൂക്കോയ തങ്ങളെ പറയാതെ നമ്മളധികം പൂക്കോയ തങ്ങൾ പാണക്കാട്ട് തങ്ങന്മാരുടെ മഹാത്മ്യവും ഉയർത്തി പറയേണ്ട ഒരു കാലം കൂടിയാണ്. പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ അടുത്ത് പ്രസവമൊക്കെ എടുത്താൽ ആൾക്കാർ ദ്വാരിപ്പിക്കാൻ കൂട്ടിരുന്നത്. ഒരു ദിവസം നല്ല മഴയുള്ളൊരു ദിവസം പൂക്കോയ തങ്ങൾ വന്ന് ഉറങ്ങിയിട്ടുണ്ട്. പാണക്കാട്ട് ബോട്ടിൽ അന്ന് കരണ്ടില്ല. അപ്പൊ പൂക്കോയ ഉപ്പയും ഉമ്മയും മകളും കൂടി വന്നതാണ്. മകൾ ഗർഭിണി വന്നതാണ്. മഴ കാരണം തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. പൂക്കോയ തങ്ങൾക്കാണെങ്കിൽ ഉറങ്ങിയത് കാരണം പൂക്കോയ തങ്ങൾ വിളിച്ചിട്ട് അവർ കേൾക്കുന്നില്ല. പുലർച്ചെ തഹജ്ജുദ് നിസ്കരിക്കാൻ പൂക്കോയ തങ്ങൾ എണീറ്റ് വുളു ചെയ്യാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ഈ വീടിൻ്റെ ഇറയത്ത് പതുങ്ങി നിൽക്കുന്ന 3 മനുഷ്യരെ കണ്ട് പൂക്കോയ തങ്ങൾ നെട്ടിപ്പോയിന്നാണ്. ആ മനുഷ്യരെ വീട്ടിൻ്റെ അകത്തടത്ത് കൊണ്ടുപോയിരുന്നതാണ്. പാണക്കാട്ട് അഹമ്മദാജി വന്നിട്ട് എന്താ തങ്ങളെ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു ചിന്തിച്ചൊരു. അതിനുശേഷം പാണക്കാട്ട് 4 കള്ളികളൊരു ജനലുണ്ടാക്കിയിട്ട് ആ ജനലിനപ്പുറത്തൊരു കട്ടിലിട്ടിട്ടാണ് ഉറങ്ങിയത്. ആ കട്ടിലിൽ തങ്ങൾ ഉറങ്ങുമ്പോൾ ഒരു അടക്കൂല, ആർക്ക് വന്നാലും തുറക്കാം, ആർക്ക് വന്നാലും മരിക്കും വരെ അങ്ങനെ ഉറങ്ങിയ പാണക്കാട്ട് പൂക്കോയ തങ്ങൾ. വാപ്പാന്റെ ജയിലിലടച്ചപ്പോൾ പൂക്കോയത്തങ്ങൾ ജയിലിലടച്ചപ്പോൾ കാണാൻ പോയ ഷിഹാബ് തങ്ങൾ കണ്ട് കുട്ടി പോയിക്കോളി, വാപ്പ തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല, ഈ സമുദായത്തെ നയിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ കിടക്കേണ്ടത് വന്നതെന്ന് പറയുമ്പോൾ ആ കുറിയ മനുഷ്യനായ പൂക്കോയ തങ്ങളെ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന വിങ്ങി കരഞ്ഞു പോകുന്ന ഷിഹാബ് തങ്ങളുടെ നടത്തമാണ് ഷിഹാബ് തങ്ങളെ പിന്നീട് ലീഡർഷിപ്പിലേക്ക് നയിച്ചതെന്ന്. ആ പൂക്കോയ തങ്ങൾ വഫാത്തായപ്പോൾ 25 ഷിഹാബ് തങ്ങളോട് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഷിഹാബ് തങ്ങളോട് ആ തോളത്തിട്ട് കൈയിട്ടിട്ട് പറഞ്ഞത് കുട്ടി ഐക്കോളി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. അങ്ങനെയാണ് ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. ഇങ്ങനത്തെ മനുഷ്യർ പ്രൗഢമായി സംസാരിക്കുന്ന ബാഫക്കി തങ്ങളെ കാണാം, സീതി സാഹിബിനെ കാണാം, ഘോരഘോരം ജനങ്ങളോട് പ്രസംഗിക്കുന്ന CHനെ കാണാം, സൗമ്യമായി പുഞ്ചിരിച്ച് ആളുകളോട് വളരെ ഭവ്യതയോട് സംസാരിക്കുന്ന പൂക്കോയ തങ്ങളെ കാണാം, പാർലമെന്റിൽ ഇടിമുഴക്കമായി വെട്ടിത്തിളങ്ങിയ സെട്ടു സാഹിബിനെയും ബനാത്വാല സാഹിബിനെയും അഹമ്മദ് സാഹിബിനെയും കാണാം. പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് ഇന്ത്യയുടെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ തൊട്ടുകളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ET മുഹമ്മദ് ബഷീർ വരെ പിറകിൽ ഉറച്ചു നിന്ന് അടുത്ത 50 വർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അഭിവാദ്യങ്ങൾ സമർപ്പിക്കും.